അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രി സമയത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സഭയുടെ ശുശ്രൂഷ ചെയ്യുന്ന ആദരണീയ കർത്തൃദാസൻ കുടുംബം, ഈ സെന്ററിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട കർത്തൃദാസൻ, തൻ്റെ കുടുംബം, വേദിയിലായിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ എല്ലാവരും, സദസ്സിലും ഒക്കെ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന കർത്തൃദാസന്മാർ, മാന്യരായ ദൈവമക്കൾ, ഗായക സംഘം, ഇതിൻ്റെ പിമ്പിൽ വളരെ അധ്വാനിച്ച് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർ, ഈ സ്ഥലം സഭയിലെ വിശ്വാസികൾ, ദൂരത്തിരുന്ന് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ടവർ ഏവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വീണ്ടും വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വെള്ളിയാഴ്ച രാത്രിയിലും ഇന്നലെ പകലും രാത്രിയിലുമൊക്കെ ഇവിടെ ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. രാത്രിയിലെ ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ യാത്ര ചെയ്തു, അങ്ങ് തിരുവല്ലായി ചെന്നു. ഇന്നവിടെ സഭായകം കൂടി വീണ്ടും യാത്ര ചെയ്ത് ഇവിടെ വരുവാൻ ദൈവം കൃപ നൽകി. അനേകര് പ്രാർത്ഥിച്ചത് കൊണ്ട് യാത്രയിൽ മറ്റ് ദോഷമൊന്നും വേശാതെ ദൈവം സൂക്ഷിച്ചു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിക്കുന്നു. ഈ പ്രാവശ്യത്തെ ഈ കൺവെൻഷന്റെ സമാപന യോഗമാകയാൽ കഴിഞ്ഞ 2 രാത്രിയിലും വിശദീകരിച്ച് സംസാരിച്ചില്ലെങ്കിലും രക്ഷയും സ്നാനവും മാനസാന്തരവും ക്രൂശീകരണമെല്ലാം ആ പ്രസംഗത്തിൽ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ നാളെ രാത്രി ഇങ്ങനൊരു യോഗം ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി സമാപന യോഗമാകയാൽ കർത്താവിൻ്റെ വരവിനോടും കൂടെ ചേർന്ന് ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണ് ഇന്ന് രാത്രി കർത്താവിൽ ശരണപ്പെടുന്നത്. അതിന് അടിസ്ഥാനമായിട്ട് വളരെ പരിചിതമായ ഒരു വാക്യശകലമാണ് ഇവിടെ പൊതുവിൽ വായിച്ചു കേട്ടത്. ഒന്നുകൂടെ ആ വാക്യങ്ങൾ ക്രമത്തിൽ വായിക്കണം. അതിനായിട്ട് പ്രിയപ്പെട്ടവരെ ഓർപ്പിക്കുന്നു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഒന്നുകൂടെ തമിഴില്. ആകയാൽ இந்த വാർത്തകളിനാലേ നിങ്ങൾ ഒരുവരെ ഒരുവർ തേറ്റുങ്ങൾ. ആമേൻ. നമ്മുടെ കരമുയർത്തി ഒരിക്കൽ കൂടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. മുന്നേയും നാമന്നീ എന്നും മാറാതിരുന്നവൻ നീ, മുന്നേ ഇരുന്നവൻ നീ, എന്നും മാറാതിരുന്നവൻ നീ, മുന്നേ ഇരുന്നവൻ നീ, എന്നും മാറാതിരുന്നവൻ നീ, മുന്നേ ഇരുന്നവൻ നീ, എന്നും മാറാതിരുന്നവൻ നീ, വന്നവൻ നീയേ, വരാനുള്ളവൻ നീയേ, വന്നിത വല്ലഭനേ, വന്നവൻ നീയേ, വരാനുള്ളവൻ നീയേ, വന്നിത വല്ലഭനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദകാരണനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദകാരണനേ, സുന്ദര
രക്ഷകനേ എനിക്കാനന്ദ കാരണനേ ഇന്നലെയും ഇന്നും എന്നും അനന്യനേ വന്ദനം വന്ദനമേ ഓ ഇന്നലെയും ഇന്നും എന്നും അനന്യനേ വന്ദനം വന്ദനമേ സുന്ദര രക്ഷകനേ എന്നും കർത്താതി കർത്താവും നീ രാജാതി രാജാവും നീ എന്നും കർത്താതി കർത്താവും നീ രാജാതി രാജാവും നീ രാജാതി രാജാവും നീ രാജാതി രാജാവും നീ എന്നും കർത്താതി കർത്താവും നീ രാജാതി രാജാവും നീ എന്നും കർത്താതി കർത്താവും നീ ഉന്നത ദേവാദിയെന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ ഉന്നത ദേവാദിയെന്നെയും സ്നേഹിച്ചതത്ഭുതം അത്ഭുതമേ സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ എനിക്കാനന്ദ കാരണനേ സുന്ദര രക്ഷകനേ എനിക്കാനന്ദ കാരണനേ സുന്ദര രക്ഷകനേ എനിക്കാനന്ദ കാരണനേ സുന്ദര രക്ഷകനേ ശാരോനിലെ റോസ നീ 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 എനിക്കാരോ
കോടി കീഴിൽ എന്നും വിശ്രാമേ സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ എനിക്കാനന്ദകാരണനേ സുന്ദര രക്ഷകനേ എനിക്കാനന്ദകാരണനേ സുന്ദര രക്ഷകനേ രക്ഷകനേ എനിക്കാനന്ദകാരണനേ സുന്ദര രക്ഷകനേ എനിക്കാനന്ദകാരണനേ ഇന്നലെയും ഇന്നോ എന്നും ആനന്ദനെ വന്ദനം വന്ദനേ ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ ഇന്നലെയും ഇന്നും എന്നും അനന്യനെ വന്ദനം വന്ദനമേ സുന്ദര രക്ഷകനേ സുന്ദര രക്ഷകനേ ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ശക്തിയോടെ ഒരു ഹല്ലേലൂയയും കൂടെ പാടിയാട്ടെ. ഇവിടെ പാടുക എന്നല്ല പോടുക എന്നാ പറഞ്ഞത്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ തിരുവെടുത്ത ഒന്നുകൂടെ വായിച്ചു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളി. വേറെ കാര്യം ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കണ്ട. ആശ്വസിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ദൈവവചനം കൊണ്ട്. സ്തോത്രം. വചനത്തിന് വളരെ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് ഈ വചനം കൊണ്ട് ആശ്വസിപ്പിക്കണമെന്ന് പറയുന്നത്. അന്യോന്യം. ഈ വചനം ഒരിക്കലും മാറ്റമുള്ളതല്ല. ആകാശവും ഭൂമിയൊക്കെ മാറും, വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ഇതെല്ലാം കോപ്പിയാ, ഒറിജിനൽ അവിടെ ഉണ്ട്. സ്തോത്രം. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാണ്. അതിവേഗത്തിൽ ഓടും. നാം ഇവിടെ ഇരുന്ന് വചനം കേൾക്കുമ്പോൾ, വചനം ഉരുവിടുമ്പോൾ, വചനം വിശ്വസിക്കുമ്പോൾ ഈ വചനം അതിവേഗത്തിൽ ചെന്ന് ക്രിയ ചെയ്യേണ്ടതെല്ലാം ചെയ്യും. സ്തോത്രം. ഇത് തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാണ് ദൈവവചനം. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങളിൽ കൂടി പോകുന്ന ആരെങ്കിലും ഈ തിരുവചനം കേട്ടാൽ ജീവിതത്തിന്റെ കയ്പുകളെല്ലാം മാറി ജീവിതം മധുരപൂർണമാക്കി തീർക്കുവാൻ പര്യാപ്തമാണ് ദൈവവചനം. സ്തോത്രം. രോഗികളായി ഭാരപ്പെട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, കേൾക്കുന്നെങ്കിൽ
ഈ വചനം വിശ്വസിക്കുക, വചനം അയച്ച് അവരെ സൗഖ്യമാക്കും. വചനത്തിന് ശക്തിയുണ്ട്. ഇത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. ഇത് ശുദ്ധി ചെയ്തതാണ് ഈ തിരുവചനം. ഇതിനകത്ത് കീടമോ കേടോ പാടോ പരുവക്കേടോ ഒന്നുമില്ല. നിർമ്മല വചനം. ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതാണ് ദൈവവചനം. ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയെല്ലാം വേർപെടുത്തുന്ന വരെ തുളച്ചു ചെല്ലുന്നത് ആ ദൈവവചനം. യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയാണ്. കർത്താവ് ഒരിക്കൽ അരുളി ചെയ്തു, ഇപ്പോൾ സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. അപ്പോൾ അങ്ങനെയുള്ള ഈ തിരുവചനം ഇത് അണ്ണാക്കിന് മധുരമാണ്. ഇത് സൗഖ്യമാക്കുന്ന വചനമാണ്. അങ്ങനെയുള്ള ഈ തിരുവചനത്തിനെ പറ്റി വീണ്ടും ഓർപ്പിക്കുക. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുക. സ്തോത്രം. എന്നിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊല്ലോഴ. എന്നിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊല്ലോഴ. നീ സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകോഴ. സശ്രദ്ധം ഇതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകോഴ. എന്നിലും മധുരം വേദമല്ലാതിന്നേതുണ്ടു ചൊല്ലോഴ. സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ച് ധ്യാനിക്കുകോഴ. അപ്പൊ ശ്രദ്ധിക്കുക, ഇന്ന് ഇടയ്ക്കിടയ്ക്ക് പാട്ട് പാടും. കാരണം ഇവരെ നമ്മളെ വിളിച്ചു, അവരും കുഴപ്പമില്ലെന്നില്ല, വളരെ നന്നായിരിക്കുന്നു. ഈ ഏരിയയിൽ വല്ലോ ഞാൻ വരികയാണെങ്കിൽ നിങ്ങൾ മരണേ, നന്നായിരിക്കും. കൈ കണങ്ങി നിൽക്കുക. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇന്നലെയും പ്രശ്നമായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് ശീല പാട്ട് പാടും. എന്നെ വിളിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാമല്ലോ, വലിയ ട്യൂണും സ്വരവും ശ്രുതി ഒന്നും വെക്കുന്നില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഈ രണ്ട് ശീല പാട്ട് പാടും. വിളിക്കുന്നവർ അതുകൂടെ കരുതിയെ വിളിക്കാവൂ. ദൈവത്തിന് മഹത്വം. പിന്നെ ഞാൻ പാടുന്ന പാട്ടെല്ലാം ആ പറയുന്ന കാര്യങ്ങളോട് യോജിക്കുന്ന പാട്ടും ആ പാട്ടിനകത്ത് തന്നെ ദൂതുണ്ട്. ഭക്തരായ അനേക കർത്തദാസന്മാർ അനുഭവത്തിന്റെ തീച്ചൂളയിൽ കൂടിയും അനുഭവങ്ങളിൽ കൂടിയും പോയപ്പോൾ എഴുതിയ വചനാടിസ്ഥാന പ്രകാരമുള്ള പാട്ടുകളാണ്. അപ്പൊ പാട്ടും ഒരു മെസ്സേജാണ്. അത് വിവരമുള്ളവർക്കറിയാം. ഇതിനകത്ത് ആളതാമസവും കൂടെ വേണം. ആട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും സ്നാനപ്പെട്ടതല്ലേ? അല്ലെങ്കിൽ കൈക്ക് മുങ്ങിക്കോണം. അപ്പൊ ശ്രദ്ധിക്കുക, സ്നാനപ്പെടുക മാത്രമല്ല, വേർപാട് പാലിച്ച് കൂട്ടായ്മ ആചരിച്ച് തിരുമേശയിൽ പങ്കുകൊണ്ട് വിശുദ്ധ ജീവിതം നയിച്ച് നാം എല്ലാവരും അങ്ങ് കാണണം. അപ്പൊ ശ്രദ്ധിക്കുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുക. ഏത് വചനങ്ങളെ കൊണ്ട്, ഇത് മുഴുവൻ തിരുവചനമാണ്. പിന്നെ
അവനറിയാം ഇങ്ങോട്ട് നോക്കിയാൽ പിടികൂടുമെന്ന്, അവൻ അങ്ങോട്ട് നോക്കി കിടക്കുന്നത്. അനന്തശയനം പോലെ അങ്ങോട്ട് നോക്കി കിടക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, എനിക്കാണെ വളരെ നിർബന്ധമാ യോഗത്തിന് എല്ലാവരും അടങ്ങിയിരിക്കണമെന്നുള്ളത്. പിന്നെ കുഞ്ഞുങ്ങളാ, കുഴപ്പമില്ല, നമ്മുടെ കുഞ്ഞുങ്ങളല്ലയോ. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ശ്രദ്ധയും ഏകാഗ്രതയും പോകും. അപ്പൊ അതുകൊണ്ടാണ്, പിള്ളേരോട് അരിച്ചുകൊണ്ടായിട്ടൊന്നുമല്ല. തലയൊക്കെ വെച്ച് യാസിക്കാൻ തോന്നുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. ഇത് മുഴുവൻ തിരുവചനമാണ്. അപ്പൊ അതെല്ലാം പറയാൻ നേരമില്ല. ആ എടുത്ത വാക്യത്തോട് ബന്ധപ്പെട്ട് അവിടെ ഒരു ചെറിയ ഖണ്ഡികയുണ്ട്. ആ ഖണ്ഡികയിലെ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ആ വചനങ്ങളെ കൊണ്ട് ആശ്വസിപ്പിച്ചോണം. ഇനി അതിന്റെ 13 മുതലുള്ള തിരുവെടുത്തുകളൊന്ന് ഓടിച്ച് വായിച്ചാട്ടെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ അങ്ങനെ തന്നെ നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്തത്, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ യേക്ഷിക്കുന്നവരായ നാം അവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അടുത്തത്, കർത്താവ് താൻ ഗംഭീരനാദത്തോടും. അതെല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. മലയാളികൾക്ക് എല്ലാ വാക്യം തിട്ടമാ. ഏതാ? ചെടിച്ച് പെന്തിക്കോസുകാർക്ക്, തമിഴ്നാട്ടുകാർക്കും ഈ ഭാഗം തിട്ടമാ. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ യേക്ഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. എന്നിട്ട് 18-ാമത്തെ വാക്യത്തിൽ പറയുക, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചോണം. തമിഴിലൊന്ന് വായിച്ചോ. ഏതായാലും സഹോദരിയും വായിക്കാൻ ഇന്നലെ മുതൽ വളരെ നന്നായിട്ട് വായിക്കുന്നുണ്ട്. തമിഴിലും വായിക്കും. 13 മുതൽ ഓടിച്ചു വായിച്ചോ. அன்பின் சகோதரரே, நித்திரை அடைந்தவர்களின் நிமித்தம் நீங்கள் நம்பிக்கையற்றவர்களான மற்றவர்களைப் போல துக்கித்து அறிவில்லாதிருக்க எனக்கு மனதில்லை. இயேசுவானவர் மரித்து பின்பு எழுந்தார் என்று விசுவாசிக்கிறோமே. அப்படியே இயேசுவுக்குள் நித்திரை அடைந்தவர்களையும் தேவன் அவரோட கூட கொண்டு வருவார். கர்த்தருடைய வார்த்தையை முன்னிட்டு நாங்கள் உங்களுக்கு சொல்லுகிறதாவது, கர்த்தருடைய வருகை மட்டும் உயிரோடு இருக்கும் நாம் நித்திரை அடைந்தவர்களுக்கு முந்திக் கொள்வதில்லை. ஏனெனில் கர்த்தர் தாமே ஆரவாரத்தோடும் பிரதான தூதனுடைய சத்தத்தோடும் தேவ எக்காலத்தோடும் வானத்திலிருந்து இறங்கி வருவார். அப்பொழுது கிறிஸ்துவுக்குள் மரித்தவர்கள் முதலாவது எழுந்திருப்பார்கள். பின்பு உயிரோடு இருக்கும் நாமும் கர்த்தருக்கு எதிர்கொண்டு போக மேகங்கள் மேல் அவர்களோடு கூட ஆகாயத்தில் எடுத்துக்கொள்ளப்பட்டு இவ்விதமாய் எப்பொழுதும் கர்த்தருடனே கூட இருப்போம். ஆகையால் இந்த வார்த்தைகளினாலே நீங்கள் ஒருவரை ஒருவர் தேற்றுங்கள். ആമേൻ. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. അപ്പോൾ ഈ 13-ാമത്തെ വാക്യം മുതൽ 18-ാമത്തെ വാക്യം വരെ ഉള്ള ഈ ഭാഗത്ത് ഉള്ള ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ഇന്ന് രാത്രി നമുക്ക് ശുശ്രൂഷ അവസാനിപ്പിക്കാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അപ്പൊ ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. നമുക്കറിയാം, തെസ്സലോനിക്ക ലേഖനം ഇത് പൗലോസ് എഴുതിയ ലേഖനമാണ്. തെസ്സലോനിക്കർക്ക് 2 ലേഖനം പൗലോസ് എഴുതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രസംഗത്തിൽ ഈ ഭാഗമൊക്കെ പ്രസംഗിക്കുമ്പോൾ മുഖവരിയായിട്ട് അത് പറയാറുണ്ട്. അത് പറഞ്ഞേച്ചാ ആ ഭാഗത്തേക്ക് വരുന്നത്. 2 ലേഖനം പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതി. 2 ലേഖനത്തിൽ പ്രധാനമായിട്ട് 2 വിഷയം. പിന്നെയും വരിക, കുഴപ്പമില്ല. അപ്പൊ 2 ലേഖനത്തിൽ 2 വിഷയം. ആ 2 വിഷയം എപ്പോഴും ഞാൻ പറയാറുണ്ട്, 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 പേരുടെ പ്രത്യക്ഷത. ആ 2 പേര് ആരെന്ന് ചോദിച്ചാൽ, ഒന്ന് യേശു ക്രിസ്തു, 2 എതിർ ക്രിസ്തു.
അന്തിക്രിസ്തു എന്നൊക്കെ ചിലര് പറയാറുണ്ട്. അങ്ങനെ പറഞ്ഞാലേ ചിലരൊക്കെ പിടികിട്ടുകയുള്ളൂ. എന്നാൽ വേദപുസ്തകത്തിന്റെ ശരി പ്രയോഗം മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് എതിർ ക്രിസ്തു. അപ്പോൾ ശ്രദ്ധിക്കുക, തെസ്സലോനിക്കർക്ക് 2 ലേഖനം എഴുതി, 1-2 ലേഖനം. 2 ലേഖനത്തിൽ 2 വിഷയം. ആ 2 വിഷയം 2 പ്രത്യക്ഷത. ആ 2 പ്രത്യക്ഷത 2 പേരുടെ പ്രത്യക്ഷത. ആ 2 പേര്, ഒരാള് യേശു ക്രിസ്തു, രണ്ടാമത്തെ വ്യക്തി എതിർ ക്രിസ്തു. 1-ാം ലേഖനത്തിലെ പ്രത്യക്ഷത യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനത്തിലെ പ്രത്യക്ഷത എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. 2-ാം ലേഖനത്തിൽ എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണെന്ന് കാണിക്കുന്ന ഒരു വാക്യം വായിച്ചോ. 2:9. 2-ാം ലേഖനം 2:9. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്, അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. തമിഴിൽ വായിച്ചേ. അക്രമക്കാരൻ. കുറച്ചുകൂടെ നല്ലത്. അക്രമക്കാരൻ. അപ്പൊ ഒരു പാട്ട് ഓർമ്മ വരുന്നു. അക്രമമാചയമോർത്തിട്ടർത്ഥമെന്തെന്നറിയാതെ, അക്രമമാചയമോർത്തിട്ടർത്ഥമെന്തെന്നറിയാതെ ചപ്പടി കളി നടത്തും സഭ്യരല്ല കലന്മാരെ. ചപ്പടി കളി നടത്തും സഭ്യരല്ല കലന്മാരെ. കൊണ്ടുവാ കൊണ്ടുവാ നീ ഈ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ, കൊണ്ടുവാ നീ പാപികളെ, കൊണ്ടുവാ കൊണ്ടുവാ നീ. നല്ല പറയാം. അക്രമക്കാരൻ. അതാ ഒന്നുകൂടെ വായിച്ച കേക്കട്ടെ. അപ്പം 2-ാം ലേഖനത്തിലെ പ്രതിപാദ്യ വിഷയം അക്രമക്കാരന്റെ കാര്യമാണ്. സ്തോത്രം. അക്രമക്കാരൻ. അതാ എനിക്ക് കുറച്ചുകൂടെ നല്ലതാ. ഇവൻ കാണിക്കുന്ന അക്രമങ്ങൾ അല്ലേ, എന്തെല്ലാം അക്രമങ്ങളാണ്. അവനൊരു വ്യക്തിയുടെ ദേഹത്തോട്ട് കയറുകയോ ഒരു ദേശത്ത് വരികയോ ഒരു കുടുംബത്തിൽ കയറിയ കാണിക്കുന്നത് മുഴുവൻ അക്രമം. ഇപ്പം സഭയ്ക്കകത്ത് ഇവൻ കയറിയിട്ടുണ്ട് പലർക്കും. കാണിക്കുന്ന മുഴുവൻ അക്രമം. അമ്മയെ കുത്തിക്കൊല്ലുന്നു, അപ്പനെ കുത്തിക്കൊല്ലുന്നു, പിള്ളേരെ കിണറ്റിയിട്ടേച്ച് ഒരുത്തൻ്റെ കൂടെ ഓട്ടോയിൽ പോകുന്നു. അക്രമമല്ലേ അവളെ കാണിച്ചേ? 2 പൊടിപ്പിള്ളേരെ ഇട്ടേച്ച് അവൾ ഒരുത്തൻ്റെ കൂടെ. നിങ്ങൾക്കൊന്നും അറിയാൻ മേല. ഇതെല്ലാം അക്രമമാണ്. ചേട്ടനും അനിയനും വഴക്കുണ്ടാക്കുന്നു, ചേട്ടനെ കുത്തിക്കൊല്ലുന്നു, അപ്പനെ കുത്തിക്കൊല്ലുന്നു, വസ്തുവിന്റെ അവകാശത്തിന്റെ പേര് പറഞ്ഞ് എന്തെല്ലാം അക്രമങ്ങളാണ്. അപ്പം 2-ാം ലേഖനത്തിലെ വിഷയം അക്രമക്കാരന്റെ കാര്യമാണ്. അതെ, നമുക്ക് പിന്നീട് എങ്ങാനും ഒരിക്കൽ സമയമുണ്ട്. അതെ, 1-ാം ലേഖനത്തിലെ വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. നിങ്ങൾക്കറിയാം 1-ാം ലേഖനത്തില് എത്ര അധ്യായമുണ്ട്? വായിച്ചവരോടാ ചോദ്യം. ഇങ്ങോട്ട് നോക്കിയോ? നോക്കാതെ വേണേ പറഞ്ഞു. നോക്കാതെ പറയാൻ ഒതുക്കുന്നില്ലെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞു. എത്ര അധ്യായമുണ്ട് 1-ാം ലേഖനത്തിന്? 5 അധ്യായം. അപ്പോൾ ഓരോ അധ്യായത്തിലും യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് പൗലോസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, തെളിയിച്ചിട്ടുണ്ട്. വായിച്ചേ 1-ാം അധ്യായത്തിന്. ഞാൻ ക്രമത്തിൽ വാക്യം പറയാം, നിങ്ങൾ ക്രമത്തിൽ വായിച്ച് മലയാളത്തിലും തമിഴിലും വായിച്ചോണം. 1-ാം അധ്യായത്തിന്റെ 9, 10 വാക്യവും, 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യവും, 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യവും, 4-ാം അധ്യായത്തിന് മുമ്പേ വായിച്ച 13 മുതൽ 18 വരെയുള്ള വാക്യവും, 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യവും. ഈ വാക്യങ്ങളെല്ലാം ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയുന്നു. വായിക്കാൻ ക്രമത്തിൽ 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം, 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ടുള്ള വാക്യം, 5-ാം അധ്യായത്തിന്റെ 23 മുതൽ താഴോട്ടുള്ള വാക്യം. ക്രമത്തിൽ രണ്ടുപേരും വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന്, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാൻ, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത്, സ്വർഗത്തിൽ നിന്ന് വരും എന്ന് പറഞ്ഞാൽ യേശു പ്രത്യക്ഷപ്പെടുമെന്ന്.
യേശു പ്രത്യക്ഷപ്പെട്ടു. തമിഴ് വായിച്ചേ. ஏனெனில் அவர்கள் தாமே எங்களை குறித்து உங்களிடத்தில் நாங்கள் அடைந்த பிரவேசம் இன்னதென்பதையும் ஜீவனுள்ள மெய்யான தேவனுக்கு ஊழியம் செய்வதற்கு நீங்கள் விக்கிரகங்களை விட்டு தேவனிடத்துக்கு மனம் திரும்பினதையும் அவர் மரித்தோர்ந்து எழும்பினவரும் இனி வரும் கோபாக்கினை நின்று നമ്മെ നീങ്കലാക്കി രക്ഷിക്കുന്നവരുമായി വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ നീങ്കലാക്കി. അവിടെ എനിക്ക് ഒന്ന് കോപാക്കിനെ അങ്ങാണ്ട് പറഞ്ഞു. ഒന്ന് വായിച്ചു. അങ്ങനെ അങ്ങോട്ട് എനിക്ക് തോന്നി അങ്ങനെ വായിച്ചതുപോലെ. ഇനി വരും കോപാക്കിനെ അതാ കോപാക്കിനി. എനിക്ക് തമിഴാ നല്ലത്, പക്ഷെ എനിക്ക് വായിക്കാനും എഴുതാനും അറിയാൻ മേല. തമിഴാ നല്ലത്. അപ്പോൾ വരുവാനുള്ള കോപത്തിൽ നിന്ന്, അതാ മലയാളത്തിൽ, തമിഴിൽ കോപാക്കിനി. കുഞ്ഞാട്ടിന്റെ കോപതിബാസം വരും നേരം, കുഞ്ഞാട്ടിന്റെ കോപതിബാസം വരും നേരം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം. കുഞ്ഞാട്ടിന്റെ കോപതിബാസം വരും നേരം, കുഞ്ഞാട്ടിന്റെ കോപതിബാസം വരും നേരം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം, ഓടും ദുഷ്ടർ തേടും രക്ഷ കാണുകയില്ല നിശ്ചയം. അപ്പൊ ശ്രദ്ധിക്കുക, വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരും. അപ്പോൾ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്നാണ് 1-ാം അധ്യായത്തിൽ തെളിവ് തന്നിരിക്കുന്നത്. ഇനി 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ, നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ മുമ്പാകെ അവന്റെ പ്രത്യക്ഷതയിൽ അവിടെയും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. തമിഴിൽ വായിച്ചേ. എങ്ങൾക്ക് നമ്പിക്കയും സന്തോഷവും മகிழ்ச்சியின் கிரீடமுமாய் இருப்பவர்கள் யார்? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവരുടെ അപ്പോൾ അവിടെയും യേശു ക്രിസ്തുവിന്റെ വരവ്, പ്രത്യക്ഷത പൗലോസ് 2-ാം അധ്യായത്തിലും തെളിയിച്ചിരിക്കുന്നു. ഇനി 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം വായിക്കാം. 3:13. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷത അവിടെയും പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുക. തമിഴിൽ വായിച്ചേ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തമது പരിശുദ്ധവാன்கள் അനേവരോടും കൂടെ വരുമ്പോൾ, അപ്പോൾ അവിടെയും ക്രിസ്തു വിശുദ്ധന്മാരുമായിട്ട് വരും. സ്തോത്രം, പ്രത്യക്ഷപ്പെടും. ഇനി 4-ാം അധ്യായത്തിന്റെ 13 മുതൽ താഴോട്ട് വായിച്ചു. മുമ്പേ വായിച്ചതായെങ്കിലും ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോട് കൂടെ വരുത്തും. അടുത്ത പദം, കർത്താവിന്റെ പ്രത്യക്ഷത വരെ അവിടെയും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിക്കുന്നു. ഇനി 5-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം വായിച്ചേ. സമാധാനത്തിന്റെ ദൈവം തന്നെ. അപ്പൊ ഇടയ്ക്ക് കയറി പറയാ, നമ്മുടെ ദൈവം സമാധാനം തരുന്ന ദൈവമാണ്, അല്ലാതെ അടിപിടി ഉണ്ടാക്കാൻ ആഹ്വാനം തരുന്ന ദൈവമല്ല. അവന്റെ തല വെട്ടിക്കൊണ്ട് വാ, ഞാൻ നിന്നിൽ പ്രസാദിക്കുന്നെന്ന് പറയുന്ന ദൈവമല്ല. അവന്റെ കുടുംബം കുളം തോണ്ടിയേച്ചു വാ, ഞാൻ അനുഗ്രഹിക്കാമെന്നല്ല. ദൈവം സമാധാനം ഉണ്ടാക്കുന്ന ദൈവമാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളും സമാധാനം ഉണ്ടാക്കണം. അത് മിക്കവാറും നടക്കുമെന്ന് തോന്നുന്നില്ല. സ്തോത്രം. സമാധാനം. ഇപ്പൊ ഒരു വീട്ടിലൊരു അഭിപ്രായ വ്യത്യാസം വന്ന് 3-ാമതൊരാൾ ചെന്നുമ്പോ കലക്കിയേച്ച് പോകരുത്, സമാധാനം ആക്കിയേച്ച് പോകണം. അങ്ങനല്ലേ വേണ്ടേ? നമ്മള് സമാധാന പുത്രന്മാരല്ലേ? ഒരു സഭയിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക, അത് പിന്നെയും വഷളാക്കുകയല്ല. നമ്മളവിടെ ഉണ്ടെങ്കിൽ സമാധാനമാക്കണം. ഇത് എരുതിക്കകത്ത് എണ്ണ ഒഴിച്ചാ പലരും പോകുന്നത് അവര് ഷാജിന്റെ സന്തതികളാണ്. ദൈവത്തിന്റെ മക്കളെ സമാധാനം ഉണ്ടാക്കണം. കാരണം നാം സേവിക്കുന്ന നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്. ക്രിസ്തു നമ്മുടെ സമാധാനം. അവിടുന്ന് പറഞ്ഞേച്ചാ പോയത്, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന. ആ സമാധാനം നമ്മളിൽ ഉണ്ടാകണം.
സ്തോത്രം. ദൈവത്തോട് സമാധാനം ഉണ്ടെന്നാ, മനുഷ്യനോടും സമാധാനം ഉണ്ടായിരിക്കണം, തമ്മിൽ സമാധാനം ഉണ്ടായിരിക്കണം. ആട്ടെ, സമാധാനത്തിന് ഒന്നുകൂടെ വായിച്ചോ 23-ാം വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. ഓർഡർ കണ്ടോ? ആത്മാവ്, പ്രാണൻ, ദേഹം. ഇതാണ് ദൈവം വെച്ച ഓർഡർ. ആത്മാവ്, പ്രാണൻ, ദേഹം. എന്നാല് സാധാരണ മലയാളികളാകുന്ന പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കുമ്പോൾ നേരെ തല തിരിച്ച താവേ ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിന്, ഒടുവിലെ ആത്മാവ്, ദേഹി ആത്മാവ്. ഇവിടത്തെ എങ്ങനെ ഓർഡർ? ആദ്യം ആത്മാവ്, പിന്നെ പ്രാണൻ, ഒടുവില ദേഹം. പക്ഷെ നമ്മള് ഗതികേട് കൊണ്ടാന്നോ അബദ്ധം കൊണ്ടാന്നോ അറിയായ്മ കൊണ്ടാന്നോ അതോ മനഃപൂർവ്വമാണോ നമ്മൾ ആദ്യം ദേഹത്തിനാ പ്രാധാന്യം കൊടുക്കുന്നത്. വേറെ പുസ്തകം പഠിപ്പിക്കുന്നത് ആത്മാവിനാ പ്രാധാന്യം. നമ്മൾ നേരെ തിരിച്ചിട്ട് തമിഴിൽ എങ്ങനാ? അതാ ഞാൻ മുമ്പേ പറഞ്ഞ തമിഴാ നല്ലതെന്ന്. വായിരു, തമിഴ് വായിരു. சமாதானத்தின் தேவன் தாமே உங்களை முற்றிலும் பரிசுத்தமாக்குவாராக. உங்கள் ஆவி, ஆத்துமா, சரீரம் முழுவதும் நம்முடைய கர்த்தராகிய இயேசு ഒന്നുകൂടെ വായിച്ചു. சமாதானத்தின் தேவன் தாமே உங்களை முற்றிலும் பரிசுத்தமாக்குவாராக. അടുത്തത് உங்கள் ஆவி, ആവി എന്ന് പറഞ്ഞാൽ ആത്മാവ്, പിന്നെ ആത്മാ, ശരീരം, പ്രാണൻ, പിന്നെ ശരീരം. തമിഴ് തന്നെ നല്ലത്. സ്തോത്രം. കൃത്യത്തിനാണ് അവിടെ കൊടുത്തേക്കുന്നത്. മലയാളത്തിൽ വന്നപ്പോ നേരെ അത് മലയാളികള് മിക്കവരും പ്രാർത്ഥിക്കുമ്പോഴും കർത്താവേ ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിനെ നിന്റെ കരങ്ങളിലേക്ക്, ഒടുവില ആത്മാവിനെ കൊടുക്കുന്നത്. എന്നാൽ ഇതിനകത്ത് തമിഴിലും മറ്റ് പരിഭാഷയിൽ ആദ്യം ആത്മാവിനാ പ്രാധാന്യം. ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, ആത്മാവിനെ കരുതിടാതെ അന്തമോർക്കാതെ, എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? എവിടേക്കോ നിൻ യാത്ര ഇപ്പോൾ ഒടുവിലെന്താകും? അന്തമെന്ത ചിന്ത ചെയ്യ സോദര വേഗം, അന്തമെന്ത ചിന്ത ചെയ്യ സോദര വേഗം, അധികവാസം ഈകത്തിലില്ലേ ഒടുവിലെന്താകും? അധികവാസം ഈകത്തിലില്ലേ? പാപം ചെയ്തു നാളുകളെല്ലാം പാടിലാക്കിയാൽ, പാപം ചെയ്തു കാലമെല്ലാം പാടിലാക്കിയാൽ, ഇന്ന് നിന്റെ നാഥൻ വന്നാൽ അന്തമെന്താകും? ഇന്ന് നിന്റെ നാഥൻ വന്നാൽ അന്തമെന്താകും? അപ്പൊ ശ്രദ്ധിക്കുക, ആത്മാവനാണ് പ്രഥമ സ്ഥാനം. അതെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും. വായിക്കേ. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അവിടെയും പ്രത്യക്ഷത. തമിഴിൽ വായിച്ചോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുമ്പോൾ കുറ്റമറ്റതായി ഇരിക്കുംപടി കാക്കപ്പെടുവதாக. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത ഓരോ അധ്യായത്തിലും പൗലോസ് വളരെ സ്പഷ്ടമായിട്ട് തെളിയിച്ചു. യേശുക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടും. സ്തോത്രം. ഒരിക്കൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. അതെപ്പോഴാ? കന്യാസൂനുവായി ഈ ഭൂമിയിൽ അവിടുന്ന് അവതരിച്ചു. ദൈവമായിരുന്നവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വചനം ജഡമായി ആ നസറേത്തിലെ ആ മാന്യ വനിതയുടെ ഉദരത്തിൽ അവിടുന്ന് ഉരുവായി. ആ സഹോദരിയോട് ദൂതൻ വന്ന് പറഞ്ഞ കാര്യം നമുക്കറിയാം. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. വന്ദനം കേട്ട മറിയ ആശ്ചര്യപ്പെട്ടപ്പോ ദൂതൻ പറഞ്ഞു, ഞാൻ ഗബ്രിയേല. നാടൻ ഭാഷയെ പറഞ്ഞ ദൂതൻ പറഞ്ഞു, നീ ഒരു കുഞ്ഞിനെ പ്രസവിക്കും.
മറിയ അന്തം വിട്ടെങ്കിലും തിരിച്ച് ചോദ്യം ചോദിച്ചെന്നുള്ളതാണ്. പുരുഷനെ അറിയാകിയാൽ ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ മറുപടി, മറിയം, ഇത് പുരുഷന്റെ ഇഷ്ടത്താലും മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ രണ്ട് ശക്തികൾ നിന്റെ ഉദരത്തിൽ ഒന്നിച്ച് സമ്മേളിക്കുമ്പോൾ ഒരു പുരുഷ പ്രജ ഉരുവാകും. ആ പുരുഷ പ്രജ എല്ലാ പുരുഷന്മാരെ പോലെ അല്ല, അവനാണ് സാക്ഷാൽ പുരുഷൻ. ഈ മലയാളത്തിലൊക്കെ ചില പ്രയോഗമുണ്ട്. പുരുഷൻ എന്നുണ്ട്, പുരുഷോത്തമൻ എന്നുണ്ട്, ഉത്തമോത്തമൻ എന്നുണ്ട്, ഉത്തമ പുരുഷൻ എന്നുണ്ട്. മലയാളത്തിലെ ഒരു കവിതയ്ക്കകത്ത് എഴുത്തച്ഛൻ എഴുതിയ ഒരു പ്രയോഗമുണ്ട്. ഉത്തമ പുരാണ പുരുഷന്റെ ചരിതാനാമുത്തമമിതാതിലക നായക ചരിത്രം. അപ്പൊ ഉത്തമ പുരാണ പുരുഷൻ, അതിലൊക്കെ ശ്രേഷ്ഠനാണ് യേശു ക്രിസ്തു. അവിടുത്തെ പോലൊരു പൂർണ്ണ പുരുഷൻ, ഉത്തമ പുരുഷൻ, ഉത്തമോത്തമനായ ഉത്തമ പുരാണ പുരുഷനിൽ ശ്രേഷ്ഠനായ മഹത്വമുള്ള ഒരുവൻ ആമൻ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കുകയില്ല. അവിടുന്നാണ് ശ്രേഷ്ഠനായ ആ പരമപുരുഷൻ. സ്തോത്രം, സ്തോത്രം. പൊൻപിള്ളക്കേടുള്ളിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാടുവന്ന്, പൊൻപിള്ളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ, പൊൻവിളക്കേടുള്ളിൽ പൊൻകച്ചയും പൂണ്ട് വെള്ളത്തല മൂടി വെള്ളയാം പഞ്ഞി പോൽ, വെള്ളോടുല തന്നിൽ കാച്ചി പഴുപ്പിച്ച് വെള്ളക്കുതിര പുറത്തേറി വരുന്ന പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ, പുരുഷനെ കണ്ടേ, ഉത്തമ പുരുഷനെ കണ്ടേ. ആദിമനൂജനാം ആദാമിൽ കൂടല്ലോ, ആദിമനൂജനാം ആദാമിൽ കൂടല്ലോ, ആദിമനൂജനാം ആദാമിൽ കൂടല്ലോ, പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതോ, ആദിമനൂജനാം ആദാമിൽ കൂടല്ലോ, പാപങ്ങൾ ലോകത്തിൽ ആകെ പരന്നതോ, സ്വർഗമഹിമകൾ വീട്ടിലെത്തി വന്ന പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്, പുരുഷനെ കണ്ട്, ഉത്തമ പുരുഷനെ കണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, സാക്ഷാൽ പരമപുരുഷൻ യേശു ക്രിസ്തു. ഇത് മനുഷ്യന്റെ ഇഷ്ടത്താലും ജഡത്തിന്റെ ഇഷ്ടത്താലും അല്ല, വചനം ജഡമായി അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി പാർക്കുക. ആ സാക്ഷാൽ പുരുഷനായ ക്രിസ്തുവേശു കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിച്ചു. അതാണ് ആദ്യത്തെ പ്രത്യക്ഷത. നമ്മൾ ആരും ആ പ്രത്യക്ഷത കണ്ടിട്ടില്ല. ഇവിടെ ഇരിക്കുന്ന ആരും, എന്നെ കേൾക്കുന്ന ആരും ആദ്യത്തെ പ്രത്യക്ഷത കണ്ടിട്ടില്ല. എന്നാൽ ആ പ്രത്യക്ഷത എന്തിനാണെന്ന് ചോദിച്ചാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തി.
അത് വിശ്വസിക്കുന്നവർക്ക് വരികയും ചെയ്യും. ക്രൂശിൽ കിടന്നപ്പോൾ അവിടുന്ന് തിരുവായി മൊഴിഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞൊരു പദം എല്ലാവർക്കും മനഃപാഠമാ: സകലതും നിവൃത്തിയായി. ഒന്നും ബാക്കിയിട്ടേ യേശു പോയില്ല. ഒന്നും ബാക്കിയിട്ടില്ല. എല്ലാം നിവർത്തിച്ചേച്ച അവിടുന്ന് പോയത്. അവിടുന്ന് ഇപ്പൊ സ്വർഗത്തിൽ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥത ഇണക്കുക. മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ആ പക്ഷപാതം ചെയ്യുന്ന ക്രിസ്തു യേശു അധികം താമസിക്കാതെ വീണ്ടും പ്രത്യക്ഷപ്പെടും. ആ പ്രത്യക്ഷതയെ പറ്റി ആ പൗലോസ് മുമ്പേ വായിച്ചു കേട്ട വാക്യത്തിലെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് വീണ്ടും പ്രത്യക്ഷപ്പെടും. സ്തോത്രം. അപ്പോൾ ഓരോ അധ്യായത്തിലും ക്രിസ്തു പ്രത്യക്ഷപ്പെടുമെന്ന് തെളിയിച്ചു. ആദ്യത്തെ പ്രത്യക്ഷത മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ, പാപികളായ മനുഷ്യനെ രക്ഷിക്കുവാൻ പാപമില്ലാത്ത ഒരുവൻ വരണം. ഒരു വ്യത്യാസമില്ല, എല്ലാവരും പാപം ചെയ്തെന്നാണ്. അപ്പോൾ മനുഷ്യവർഗം മുഴുവൻ പാപികളാണ്. ഈ വേദപുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത് അത് അങ്ങനെ തന്നെ. ആ പാപികളാകുന്ന മനുഷ്യനെ രക്ഷിപ്പാനാണ് പാപമില്ലാത്ത പരിശുദ്ധനായ വിശുദ്ധനായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. കുരുടനെ വഴി കാട്ടിയ രണ്ടും കുഴി പോകും. അതുകൊണ്ടാണ് യേശു പാപമില്ലാത്തവൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചു. നമുക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളിൽ കൂടി കടന്നുപോയി. പങ്കപാടുകളും പീഡകളും സഹിച്ച് മരിച്ച് തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. ഇന്നും നമുക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. ആ ക്രിസ്തു അധികം താമസിക്കാതെ വീണ്ടും പ്രത്യക്ഷപ്പെടും. അപ്പോൾ തെസലോനിക്കരോട് ഈ കാര്യമൊക്കെ പൗലോസ് വിളിച്ചോർപ്പിക്കുക. തെസലോനിക്കരെ പറ്റി പഠിക്കുമ്പോൾ ഇവര് നല്ല മാതൃകാപരമായ ജീവിതം നയിക്കുന്ന വിശ്വാസികളായിരുന്നു. നല്ല വിശ്വാസികളാണ്. ആ 1-ാം അധ്യായത്തിന്റെ ഇവരുടെ ക്വാളിറ്റി 1-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും ആഖായിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായിലും വിശ്വസിക്കുന്നവർക്കെല്ലാം മാതൃകയായിരുന്നു. തമിഴിൽ വായിച്ചേ. ഇவ்விதமாய் മക്കദോനിയാവിലും അഖായാവിലുമുള്ള വിശ്വാസികൾ യാവർക്കും മാതൃകകളാണീர்கள். അപ്പോൾ ഇവര് മാതൃകാ വിശ്വാസികളായിരുന്നു തെസലോനിക്കയിലെ വിശ്വാസികൾ. എന്താ ഇവരുടെ മാതൃക? ഒത്തിരി മാതൃകകളുണ്ട്. ഒന്നാമത്തെ ഒരു മാതൃക, ദൈവദാസന്മാർ അല്ലെങ്കിൽ ശുശ്രൂഷകര് ദൈവവചനം സംസാരിക്കുമ്പോൾ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അതാ ഒരു മാതൃക. ഇവർക്ക് പലവിധമാകുന്ന കഷ്ടങ്ങളുണ്ട്. പലവിധമാകുന്ന കഷ്ടങ്ങളിൽ കൂടെ ഇവർ കടന്നു പോകുന്നത് തെസലോനിക്ക വിശ്വാസികൾ. ഈ കഷ്ടങ്ങളെല്ലാം ഇവരെ ആമനരെ അഭിമുഖീകരിക്കുന്നെങ്കിലും കഷ്ടതയുടെ ഈ ചൂളയിൽ കൂടെ പലരും കടന്നു പോയെങ്കിലും ഇവരുടെ ഒരു മാതൃക ഈ കഷ്ടതയുടെ വളരെ പ്രയാസപ്പെട്ട അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുന്നെങ്കിലും ഈ ദൈവസന്നിധിയിൽ വന്ന് ദൈവദാസന്മാർ ദൈവമക്കൾ ദൈവവചനം സംസാരിക്കുമ്പോൾ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. അല്ലാതെ ഉറക്കവും തൂങ്ങി ഞൊട്ടയും ഇട്ട് തെക്കും പൊക്കും നോക്കി വായിക്കോട്ടയും ഇട്ട് ഉഴപ്പി അടിച്ച് വല്ല ചാതി ഇത് തീർന്നാ മതി ചോറുണ്ടേച്ച് വീട്ടിൽ അല്ല നോട്ടോ ഇരിപ്പും കണ്ടിട്ട് എനിക്ക് അങ്ങ് തോന്നുക. സ്തോത്രം. ഇവരുടെ മാതൃക ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവവചനം കൈക്കൊള്ളുക. ഇന്ന് രാത്രി അങ്ങനെ വേണം വചനം കൈക്കൊള്ളാൻ. സന്തോഷത്തോടെ തിരുവചനം കൈക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. അതൊരു നല്ല മാതൃകയാണ്.
ഈ ചില ഇടങ്ങളില് വചനം പ്രസംഗിക്കുമ്പോൾ നമുക്കൂടെ അങ്ങ് സങ്കടമാ. ചിലതിന്റെ ആ നോട്ടോ ഇരിപ്പും കണ്ട എന്തിനാ ഇങ്ങനെ യോഗം നടത്തുന്നത് എന്നുള്ള ധാരണയിലായിരിക്കുന്നത്. ഇതിന്റെ ഒന്നും ആവശ്യം ഒരു ചൈതന്യവും സന്തോഷവുമില്ല. ഇവിടെ പിന്നെ വലിയ കുഴപ്പമില്ല. ചിലയിടത്ത് ദൈവദാസന്മാരൊക്കെ വചനം പ്രസംഗിക്കുമ്പോൾ ചിലര് ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടവും പിന്നെ അങ്ങ് ബുദ്ധിമുട്ടും ഒക്കെയാ. ഞാനോടുള്ളൊരു യോഗത്തിന് ഒരിക്കലൊരു ദൈവദാസൻ ശുശ്രൂഷിക്കുക, വേറൊരു ദാസൻ ഇരിക്കുക. ഞാൻ നിർമ്മിത കഥ പറഞ്ഞതല്ല, സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല. സ്തോത്രം. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. ആനന്ദത്തോടെ വചനം കൈക്കൊള്ളണം. എന്റെ ഭാഷ പറഞ്ഞ വചനം കേട്ട് ആസ്വദിക്കണം, വചനത്തിൽ രസിക്കണം. അതിൽ തന്നെ രസിക്കണമെന്നാണ്. ഇത് അണ്ണാക്കിന് മധുരമല്ലേ? സ്തോത്രം. വചനത്തിൽ ധൈര്യപ്പെട്ടോണം. നമുക്ക് സന്തോഷിക്കാൻ പറ്റിയ സ്ഥലം ദൈവസന്നിധിയാ. ഇതുപോലെ ഒന്നും വീട്ടിൽ ഇരുന്ന് സന്തോഷിക്കാൻ ഒക്കുവോ? നല്ല ഏലായി. നിങ്ങൾ ഇതുപോലെ ഒന്ന് വചനമൊക്കെ ഒന്ന് വായിച്ച് ധ്യാനിച്ചൊന്ന് സന്തോഷിച്ച് ഭർത്താവ് ഒന്ന് കാപ്പിതാ കുറെ നേരം ആയല്ലോ, ഇരുത്തുകയല്ല. ഞങ്ങൾക്കൊരു ഒരു 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 അമ്മാമയുണ്ട്. അവർ ഇച്ചിരി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാ. വെളുപ്പിനെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഭർത്താവ് ഒരിക്കൽ വന്ന് പറയാം, മതി ആടിയത്, വെളുപ്പിനെ മുതൽ ആടാൻ തുടങ്ങിയതാണല്ലോ പാമ്പാടും പോലെ. അപ്പൊ പുള്ളിക്ക് കാപ്പി കുടിക്കണം, കാപ്പി കൊടുത്തില്ല. അതിനാ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു പേരങ്ങടാ, ആ പേരൊന്നും അല്ല. മതിമോളി ആടിയത് വെളുപ്പിനെ മുതൽ ആട്ടം തുടങ്ങിയതാണല്ലോ, നിർത്തുകയല്ലോ. പുള്ളിക്ക് ഇതൊന്നും വിഷയമല്ല. സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. ഈ ഭൂമിയിൽ സന്തോഷിക്കാൻ വക ദൈവമക്കൾക്കാ ഇല്ലേ? ജീവിച്ചാലും മരിച്ചാലും എല്ലാം നമുക്ക്. പൗലോസ് പറഞ്ഞത് ജീവിക്കുന്നത് ക്രിസ്തുവിന്, മരിക്കുന്നത്. മദാമ പോയ കാര്യം നിങ്ങൾക്ക് അറിയാവല്ലോ, കേട്ടിട്ടില്ലേ? ഹല്ലേലൂയ. മദാമ പോയ കാര്യമേ, മദാമയ്ക്ക് 2 പിള്ളേരുണ്ടായിരുന്നു, 2 പെൺപിള്ളേര്. അമേരിക്കയിലും ലണ്ടനിലും ആയിരുന്ന. അമേരിക്കയിലെ മോള് മരിച്ചുപോയി. മദാമ ദൈവപൈതല. ലണ്ടനിലെ മോഡക്കിലോട്ട് പോവുക. അന്ന് കപ്പലിലാ പോകുന്നത്. കഥയാ. അപ്പോൾ അമേരിക്കയിലെ മകള് മരിച്ചു. അതും ദൈവപൈതല. അങ്ങ് നിത്യതയിലിട്ട് കർത്തസന്നിധിയിൽ വിശ്രമത്തിന് പോയി. ലണ്ടനിലെ മോളെ കാണാൻ പോവുക. അപ്പോൾ കപ്പലിൽ പോകുന്ന സമയത്ത് ഈ കപ്പല് അവസാനം ചുഴിയിലകപ്പെട്ട് കപ്പല് തകരുക. കപ്പലിനകത്തുള്ളവരെല്ലാരും വെപ്രാളം പിടിച്ച് ഓടുകയും പായുകയും അലമുറകിടുകയും ചെറിയ ബോട്ടിലൊക്കെ കയറി രക്ഷപ്പെടാനൊക്കെ പരിശ്രമിക്കുകയും ചിലർ രക്ഷപ്പെടുകയും. അപ്പൊ ഈ മദാമ്മ മാത്രം മേളിൽ പോയി പാട്ട് പാടുക, വയലിൻ വായിച്ചു. അപ്പൊ കപ്പിത്താൻ ഓടി വന്ന് എല്ലാരും രക്ഷപ്പെടുത്തുന്ന ഈ തള്ള മാത്രം ഇങ്ങനെ വായിച്ചു. അപ്പൊ കപ്പിത്താൻ പറഞ്ഞു പോലും, എല്ലാവരും കയറി രക്ഷപ്പെടുക, നിങ്ങൾ എന്നെ ഇങ്ങനെ. സ്തോത്രം. മദാമ്മ അദ്ദേഹത്തോട് പറഞ്ഞെന്നാ പറയുന്നത്, കപ്പലിൽ മുങ്ങിയാലും എനിക്ക് സന്തോഷമാ, മുങ്ങാതങ്ങ് ചെന്നാലും സന്തോഷം. ഇയോടി അതന്നെ. കപ്പലിൽ മുങ്ങി ഞാൻ ചാകുകയാണെങ്കിൽ മൂത്ത മോളുടെ കപ്പൽ. കപ്പലിൽ മുങ്ങാതെ രക്ഷപ്പെട്ട് ലണ്ടനിൽ ചെന്നാൽ ഇളയ മോളെ ഞാൻ കാണും. അതുകൊണ്ട് എനിക്ക് മുങ്ങിയാലും സന്തോഷമാ. സ്തോത്രം. അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ, അക്കരെ നടത്തിയ വിശുദ്ധ സംഘക്കാർ കാത്തു പാർക്കുന്നുണ്ടു നാം ചേർന്നിടുവാനായി. കാത്തു പാർക്കുന്നുണ്ടു നാമും നിടുവാനായി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി. ആനന്ദകരം നീട്ടി ഏറ്റം പുഞ്ചിരി തൂകി.
ആവികളിതാ വിശ്രമം കൂടാതെ ആവികളിതാ ഗീതമോദമോട് കൈയടിച്ച് ചേർന്നിടുന്നു ഗീതമോദമോട് ശക്തിയോടെ കൈയടിച്ച് പരനേ പോകാൻ നമുക്ക് നമുക്ക് സിയോൻ പുരി ഓ തുല്യമില്ല തേജസ്സിൽ വിളങ്ങിടും സ്വർണ്ണ തുല്യമില്ല തേജസ്സിൽ വിളങ്ങിടും സ്വർണ്ണ പട്ടണക്കാരായവരെ എന്നു കണ്ടിടൂ സ്വർണ്ണ പട്ടണക്കാരായവരെ എന്നു കണ്ടിടോ മുത്തുഗോപുരങ്ങള ശോഭനാതരുക്കളി കൈയടിച്ച് ചേർന്ന് പ്രത്യാശയോടെ ശോഭനാതരുക്കളി കാണുന്നുണ്ടത് പ്രഭാപുരത്തെ കാണുന്നുണ്ടത് പ്രഭാപുരത്തെ ദേവദൂത സന്തതികളെ വിശുദ്ധരെ ദേവദൂത സന്തതികളെ വിശുദ്ധരെ ദേവപുരവാസികളോടും ഗുണമാനമാണ് ധീരമാണ് വൈരമാണ് ദേവപുരവാസികളോടും ഉയർന്നിടോ ശോഭനാപുരമ ചേർന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു രാജനോടുകൂടെ മോദാൻ വസിപ്പാൻ പോകാം നമുക്ക് മോദാൻ വസിപ്പാൻ പോകാം നമുക്ക് ഓ അന്തതയാഗം ആനന്ദ നിത്യരാജ്യമേ ഓ അന്തതയാഗം ആനന്ദ നിത്യരാജ്യമേ ഈക അന്ധകാര സിന്ധൂവിലൂടെ ഞങ്ങൾ ഈക അന്ധകാര സിന്ധൂവിലൂടും ഞങ്ങൾ എന്നയച്ചിടുന്നവ നീതിയിൽ കതിരോടെ എന്നയച്ചിടുന്നവ നീതിയിൽ കതിരോടെ താമസിക്കല്ലേ സിയോൻ രാജാവേ പ്രത്യാശയോടെ സിയോൻ രാജാവേ താമസിക്കല്ലേ സിയോൻ രാജാവേ താമസിക്കല്ലേ സിയോൻ രാജാവേ താമസിക്കല്ലേ ധീരമാണ് വൈരമാണ് ഗൂഢമാനമാണ് ധീരമാണ് ദൈവശക്തി വ്യാപരിക്കട്ടെ എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ പ്രത്യാശ വർദ്ധിക്കട്ടെ ഇന്ന് രാത്രി പ്രത്യാശ വർദ്ധിക്കട്ടെ ഗൂഢമാണ് വൈരമാണ് ധീരമാണ് വൈരമാണ് ധീരമാണ് ഓ ദൈവത്തിന് മകത്വം 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 ദൈവത്തിന് കൃപ ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്വം കൃപ ദൈവത്തിന് മകത്വം ദൈവത്തിന് മകത്വം പ്രത്യാശ വർദ്ധിക്കട്ടെ ഇനി എത്രയും അല്പകാലങ്ങളിൽ വരുവാനുള്ളവൻ വരും താമസിക്കുന്നില്ല തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരുടെ പ്രത്യക്ഷനാകും പ്രത്യാശ വർദ്ധിക്കട്ടെ കരമുയർത്തി ഹല്ലേലൂയാണ്. അതുകൊണ്ട് ആ മനാമ പറഞ്ഞ ചിന്തയോടെ വേണം ദൈവസന്നിധിയിൽ ഇരിക്കാൻ. എന്തായാലും നമുക്ക് സന്തോഷമാണ്. അപ്പോൾ തെസലോനിക്ക വിശ്വാസികളുടെ ഒന്നാമത്തെ ഒരു വിശേഷത, ഇവർ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളും. നല്ല സുഖകരമായ അനുഭവത്തിലല്ല കൈക്കൊള്ളുന്നത്, ബഹുകഷ്ടം സഹിക്കേണ്ടി വരുമ്പോഴാണ്. നമുക്ക് എന്തുവാ കഷ്ടം? എന്തുവാ നമ്മുടെ കഷ്ടം? ഞങ്ങൾ ഇങ്ങോട്ട് വണ്ടിയെ പോന്നപ്പോൾ ഞാൻ കൂടെയുള്ളവർ പറഞ്ഞ് നമ്മുടെ കഷ്ടം ഏതാ? ഇപ്പം നമ്മുടെ കഷ്ടം ഏതാ? ലോങ് യാത്ര ചെയ്യുന്നത്. എവിടെ? കാറയിൽ. അതാണ് നമ്മളെ ഇപ്പോഴത്തെ അത് വലിയ കഷ്ടമാണ്. AC കാറയിലെ ലോങ് യാത്ര എന്ന് പറഞ്ഞാൽ ഭയങ്കര. പിന്നെ
അതൊന്നും കഷ്ടമല്ല, നല്ല സുഖമാണ്. എടാ, സൈക്കിള് പോലും ഇല്ലാതെ നടന്ന് കിലോമീറ്റർ പോകുന്നതല്ലേ കഷ്ടം, അതല്ലേ കഷ്ടം. സ്തോത്രം, സ്തോത്രം. നമുക്കൊന്നും അങ്ങനെ വലിയ കഷ്ടമില്ലെന്ന്, കഷ്ടത അനുഭവിക്കുന്നവരുണ്ട്. സ്തോത്രം. ഈ വിശ്വാസികളിൽ തന്നെ ചിലര് പറഞ്ഞ ഭാഷയെ വളരെ പ്രതികൂലങ്ങൾ. എന്നെ ഞങ്ങളെ വീട് പണിതു, എത്രയായി? 4.5 കോടി. പിന്നെ വിഷയം തന്നെ അതേ പട്ടിക്കൂടിന്റെ പണി ഇത് ഇനി തീരാൻ, അതാണ് അവരുടെ. തന്നെയല്ലേ പ്രാർത്ഥിക്കണം, അതിനാ ഉദ്ദേശിച്ച പട്ടിയെ കിട്ടണം. മോന്ത പരന്ന പട്ടിയില്ലേ, ഇല്ല അതിനെന്നാ പറയുന്നത്, മോന്ത പരന്ന. എനിക്കറിയാൻ മേല. നിന്നെ കടിക്കുമ്പോ അറിയാതാണ്. ഇതൊക്കെയാ ഇപ്പോഴത്തെ. ഏതൊന്നും അത് മോന്ത പരന്ന ഒന്നുമല്ല, അത് മോന്ത കൂർത്ത. മോന്ത പരന്ന അതിന്റെ അടുക്ക ചെന്നാൽ മിക്കാറും മോന്ത പരക്കാൻ. നമ്മുടെ കഷ്ടങ്ങളൊക്കെ ഇതാ. ഉദ്ദേശിച്ച വണ്ടി കിട്ടിയില്ല. അമേരിക്കയിൽ നിന്ന് കല്യാണം വരുമെന്ന ആലോചന ആരാണ്ട് പ്രവാചകന്മാര് പറഞ്ഞു പോലും. വരുന്നത് മുഴുവൻ ഗൾഫിൽ നിന്നാണ്. അമേരിക്കയിൽ നിന്ന് വരുമെന്ന ആരാ? ബൈഡൻ വരുമോ ഇനി? ഓരോരുത്തരുടെ കഷ്ടമായി പറയാനുള്ളത്. സ്തോത്രം. അതൊന്നും കഷ്ടമല്ല. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ പോകുന്ന അനേക ലക്ഷക്കണക്കിന് ദൈവമക്കളുണ്ട്. ഒരു നേരം കഴിക്കാൻ നിർവാഹമില്ലാതെ ഞരങ്ങുന്നവരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്നാ കഷ്ടം. ദീർഘനാളുകളായി ആശുപത്രി കിടക്കയിൽ അഭയം പ്രാപിച്ച് എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റാതെ, ഒരു പിടി ചോറ് വാരി കഴിക്കാൻ പറ്റാതെ, ആ മൂക്കിനകത്തോടെ ട്യൂബിട്ട് വളരെ ലിക്വിഡായിട്ട് സമയം നോക്കി കൊടുത്ത് കഴിക്കുന്നവരുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തുവാ കഷ്ടം. 2.5 ചോറ് തിന്ന് ചിരിക്കുക, ഇനിയും കൊണ്ടുപോകാന്നും പറഞ്ഞു. അതാണ് കഷ്ടം. പക്ഷെ ചോറ് മുഴുവൻ അതൊരു വലിയ കഷ്ടമാണ് കേട്ടോ. നമുക്ക് എന്തുവാ കഷ്ടം. സ്തോത്രം. ആരോഗ്യത്തോടെ ഈ യോഗത്തിൽ നടന്നു വന്നിരിപ്പാൻ ദൈവം കൃപ തരുന്നില്ലേ? ദീർഘനാളുകളായിട്ട് ഒരേ കിടപ്പിൽ കിടന്ന് ശരീരം പൊട്ടിക്കിടക്കുന്നവരുമുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടൊരു അമ്മ, എനിക്കങ്ങ് സങ്കടമായി. ഞാൻ എപ്പോഴും അത് ഓർക്കും. ആ അമ്മ ശരീരത്തിന്റെ ഈ ഭാഗം പൊട്ടി. അമ്മയെ ഞാൻ കാണാൻ ചെന്നു, ആശുപത്രിയിൽ ചെന്നപ്പം അമ്മയുടെ മക്കള് 2 പേരുണ്ട്, പെൺപിള്ളേര്. നേഴ്സ് വന്നു. ആ മുറിവുള്ള ഭാഗത്ത് ഒന്നുകൂടെ വൃത്തിയാക്കണം. ആ പെൺകുട്ടികൾക്ക് 2 പേർക്കും വലിയ മനോവേദന, അത് കാണാൻ പറ്റുന്നില്ല അവർക്ക്. ഞാൻ പറഞ്ഞു, നേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ വേണം. ഗവൺമെന്റ് ആശുപത്രിയാണ്. പെൺപിള്ളേരുണ്ടെങ്കിൽ അവർക്കൊരു ഹെൽപ്പാ. നല്ല വണ്ണമുള്ള ആരോഗ്യമുള്ള അമ്മയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ നിൽക്കാം, നിങ്ങൾ വെളിയിലോട്ട് പോക്കോ. അങ്ങനെ ആ നേഴ്സൂടെ വന്നു. ഞാനൂടെ കൂടി ഈ അമ്മയെ ചരിച്ചു കിടത്തി. വസ്ത്രം മാറ്റി, ഏണിന്റെ ഭാഗമാ മാറ്റി. എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ മനോവേദനയാണ്. ഒരു കൈ നമ്മൾ അകത്തോട്ടിട്ട അങ്ങ് അതുപോലെ കേറും, തുരന്നിരിക്കുക. കുറേയേറെ പഞ്ഞി മരുന്ന്
ചേർത്ത് അതിനകത്ത് വെച്ചു. എന്നിട്ട് പിന്നെയും കിടക്കും. ആ പിക്ചർ ഇപ്പോഴും എന്റെ മറന്നിട്ടില്ല. ആർക്കും അങ്ങനെ വരാതിരിക്കട്ടെ. അതൊക്കെ ഓർക്കുമ്പോ നമുക്ക് ഒരു കഷ്ടവുമില്ല, ഒരു കഷ്ടവും. ഞാൻ ദൃഷ്ടാന്തമായിട്ട് ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശേഷത ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അമ്മ മരിക്കുന്ന സമയത്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു. ഞാനിവിടെ കൂടിയ കണ്ണ് തിരുമി അടച്ചു. ദൈവത്തിന് മഹത്വം. ദൈവം എല്ലാവരെയും വിടുവിക്കട്ടെ. ഞാൻ എൻ്റെ അനുഭവത്തിലും ദൃഷ്ടിയിലും പെട്ട ഒരു കാര്യം സൂചിപ്പിച്ചു. ഇതുപോലെ അനേക കാര്യം പറയാൻ നിങ്ങൾക്കും കഴിയും. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളെയും വിഷയങ്ങളും സംഭവങ്ങളും കാണുമ്പോൾ നമുക്ക് യാതൊരു കഷ്ടവും ഇല്ല. നമ്മൾ നന്നായിട്ട് സൂഹിക്കുക. എന്നാൽ തെസ്സലോനിക്ക വിശ്വാസികളുടെ വിശേഷത ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിനെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. ഇന്ന് രാത്രി ദൈവമക്കൾ സന്തോഷത്തോടെ തിരുവചനം കൈക്കൊള്ളണം. കൈക്കൊണ്ടാൽ നിനക്ക് അനുഗ്രഹമാണ്. സന്തോഷത്തോടെ വചനം ഏറ്റെടുത്താൽ നിനക്ക് വിടുതലാണ്. അപ്പൊ ഇവര് സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുക. അപ്പം ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാ കേട്ടോ. ഒന്നാം പ്രതി പൗലോസ് പറഞ്ഞ പോലെ, ആ പാപികളിൽ ഒന്നാമൻ ഞാനെന്ന് പറഞ്ഞ പോലെ, ഇപ്പൊ പറയാൻ പോകുന്ന വിഷയത്തിൽ ഒന്നാം പ്രതി ഞാൻ ആദ്യത്തെ പ്രതി. വിശ്വാസികൾ സന്തോഷത്തോടെ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും സന്തോഷത്തോടെ വചനം കൈക്കൊള്ളുക. അന്നേരം വചനം പ്രസംഗിക്കേണ്ട ആൾക്കാർ എങ്ങനെ പ്രസംഗിക്കണം? 5-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. എങ്ങനെയാ പ്രസംഗിക്കേണ്ടത്? അല്ലെ എങ്ങനെയാ വചനം പറയേണ്ടത്? ഞങ്ങളുടെ സുവിശേഷം, ഈ തിരുവചനം, ആമേൻ, കർത്താവിനെ പറ്റി പറയുന്നത് ഞങ്ങളുടെ സുവിശേഷം ആ കുറെ വാക്യം മാത്രം പറഞ്ഞു പോകുകയല്ല. ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും കൂടെ. അപ്പോൾ ദൈവദാസന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ കുറഞ്ഞതുണ്ടായിരിക്കണം. 1 ശക്തി, 2 പരിശുദ്ധാത്മാവ്, 3 ബഹു നിശ്ചയം. പ്രൈസ് ദി ലോർഡ്. ശക്തി കൊണ്ടായിരിക്കണം. പെട്ടിത്രാസെ കയറ്റി നിർത്തിയാൽ 80 കിലോ, 85 കിലോ, 75 കിലോ വചനം പറയാൻ വരുമ്പോഴോ നമുക്കൊരു വാക്യം വായിക്കാം. മെനക്കേട് കേസ്. ക്ഷീണിതരായ കർത്തൃദാസന്മാരുണ്ട്, രോഗികളായവരുണ്ട്, എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും ശരീരത്തിന് ബലമില്ലാത്തവരുണ്ട്, ശബ്ദം എടുക്കാൻ പാടില്ലാത്തവരുണ്ട്. അവരുടെ കാര്യം അല്ലി പറഞ്ഞത്. ഒന്നുകൂടെ പറഞ്ഞാൽ ട്രീറ്റ്മെന്റിന് വിധേയപ്പെട്ടിരിക്കുന്നവരുണ്ട്. അവരുടെ കാര്യം അല്ല. ഒരു കുഴപ്പവുമില്ലാത്ത നീ, ദീനോ ഇല്ല, ദണ്ണോ ഇല്ല, നല്ല തൂക്കവും ഉണ്ട്. അങ്ങനെയുള്ള നീ ശക്തിയോടെ തിരുവചനം പറയണം. അതാണ് വായിക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, കുറെ വാക്യം മാത്രം ഉരുവിടുക ഇല്ല. പിന്നെയോ ശക്തിയോടെ വായിക്കുക. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. അങ്ങനെ വേണം. ഇതിനകത്ത് ശക്തി ഉണ്ടായിരിക്കണം. കാരണം വചനം ശക്തിയുള്ള വചനമാണ്. നല്ല പവറാ വചനത്തിന്. ഇത് വചനത്തിന് അകത്തോട്ട് കയറി ആ രോഗത്തെയും രോഗാണുക്കളെ ഉരുക്കി മാറ്റും. അതാ വചനത്തിന് ശക്തി. പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ കുഴിയിൽ കിടക്കുകയാണെങ്കിൽ ശക്തിയുള്ള വചനം വന്ന് വചനം, ഈ വചനം ശക്തിയോടെ പറയണം. ഉള്ള ശക്തിയും കൂടെ.
ശക്തി കലർന്നെങ്ങും സാക്ഷികളായിടുവാൻ, ശക്തി കലർന്നെങ്ങും സാക്ഷികളായിടുവാൻ, ശക്തരാകാതെ ഞങ്ങളെ ഈ ദിനത്തിൽ നല്ല മോട്ടോ പൂർവികമായ പെന്തക്കോസ്തു ദാനം ഞങ്ങൾക്ക് നരുളിടേ. നല്ല മോട്ടോ പൂർവികമായ പെന്തക്കോസ്തു ദാനം ഞങ്ങൾക്ക് നരുളിടേ. അപ്പൊ ശക്തിയോടെ സംസാരിപ്പാൻ ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും നല്ല ശക്തി ഉണ്ടായിരിക്കണം. ചില ആൾക്കാര് നന്നായിട്ട് വചനം പറയും, വലിയ ശക്തിയൊന്നും അന്നിപ്പം നോട്ടോ കണ്ടില്ലേ, വായിക്കാം. ഒരു ശക്തി നല്ല പഠിക്കുമ്പോ പോലെ നിൽക്കുന്നത്, പക്ഷെ നന്നായിട്ട് വചനം പറയും. ഒന്ന് കൈയടിക്കാട്ടെ, ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാട്ടെ, നല്ല തൂക്കമുള്ളവരുവാ. ശക്തിയൊന്നുമില്ല. അത് കേൾക്കുമ്പം ചിലരുടെ ഉള്ള ശക്തിയും കൂടെ, പക്ഷെ നന്നായിട്ട് വചനം പറയും. ഒരു വാക്യം എടുത്താൽ 8 കീറി, ആ 8 കീറിയതിനെ 1 എടുത്ത് പിന്നെ 4 കീറി, 4 കീറിയതിനെ വീണ്ടും 2 8 കിടക്കുക. ആ രണ്ടാമത്തെ 8 2 8 വീണ്ടും കീറി, അതിനെ 12 പകുത്ത്, അതിന്റെ ഒരു ഭാഗം എടുത്ത് 4 നന്നായിട്ട് വചനം പറയും, പക്ഷെ ശക്തിയൊന്നുമില്ല. എന്നാൽ ഇവിടെ പൗലോസ് പറയുക, ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് കുറെ വാക്യം മാത്രം പറയല്ല. വാക്യം നല്ലതാ, വചനം പറയണം. വാക്യം മാത്രം പറഞ്ഞ പോലെ ശക്തിയോടാണ് ഞങ്ങൾ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പെന്തിക്കോസ് എന്ന് പറഞ്ഞാൽ തന്നെ ശക്തിയല്ലേ? സ്തോത്രം. ഉണ്ണിച്ചായം പറയുമ്പോൾ പവറായത്. സ്തോത്രം. ആട്ടെ, ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മാവോടും. ആത്മദിനാനം ഇതുവരെ പ്രാപിച്ചില്ലല്ലോ. തമ്പേറിന്റെ അടിക്കുമ്പോ ഇങ്ങനെ ഞെട്ടുന്നല്ലാതെ അഭിഷേകം ഇതുവരെ തമ്പേറിന്റെ അടിക്കുമ്പോ അത് വെട്ടുമാതവാ, അല്ലാതെ ആത്മാവല്ല. അപ്പൊ ശക്തിയോടും പരിശുദ്ധാത്മാവോടും പിന്നെ നിശ്ചയം ഉണ്ടായിരിക്കണം. നിശ്ചയം വേണം. ഞാൻ പറഞ്ഞല്ലോ, 1-ാം പ്രതി ഞാനാ. നല്ല നിശ്ചയം വേണം. എടുക്കുന്ന വാക്യം പറയുന്ന കാര്യത്തെ പറ്റി നിശ്ചയം ഉണ്ടായിരിക്കും. ഓർമ്മയില്ലാത്തവര് ഒരു കുറിപ്പ് എഴുതി വെക്കുന്നത് നല്ലതാ. ചില വിശ്വാസികൾ ഞങ്ങളുടെ പാസ്റ്റർ കുറിപ്പ് വെച്ചാ പ്രസംഗിക്കുന്ന, അയാൾ പ്രസംഗിക്കുന്നുണ്ടല്ലോ, മറ്റവൻ കുറിപ്പില്ലാതെ ഉമ്മ അള്ളും പൊട്ടും പറഞ്ഞ് ചാണ്ട വരുന്ന 8 രൂപ കുട്ടന്റെ അമ്മയെ പട്ടി കടിച്ചു. അതിലും നല്ലത് അല്ലെ, ഓർമ്മയില്ലാത്തവരെ ഒന്ന് എഴുതി വെക്കുന്നത് നല്ലതാ. വിട്ടിത്തൊന്നും വിളിച്ചു പോവുകയല്ലോ, എഴുതി വെക്കണം. എന്ന് പറഞ്ഞാൽ ഇതിനെപ്പറ്റി തിട്ടമുണ്ടായിരിക്കണം, ബഹിനിശ്ചയം വേണം. ഞാൻ എപ്പോഴും പറയാനുള്ളൊരു സംഭവം ഒന്നുകൂടെ പറയാം. പണ്ടൊരു സഭ യോഗം നടക്കുക, നിശ്ചയമില്ലാത്ത ഒരു ഉപദേശിയാ. അപ്പൊ ഉണർവ് യോഗം തുടങ്ങി, അങ്ങോട്ട് യോഗം തുടങ്ങിയപ്പോൾ പുള്ളി നല്ല തമ്പേറും ഒക്കെ അടിച്ചു, ആള് നല്ല നമ്മുടെ പെന്തിക്കോസ് പറഞ്ഞ കത്തി നിൽക്കുക. അന്നേരം വഴിയെ ഒരു കിറുക്കൻ മട്ടൻ പോയി. ഈ ബഹളവും ശബ്ദവും കേട്ട് അവനും ചാടി ഈ ഹോളിനകത്ത് കയറി. ഏറ്റവും പുറകെ വന്ന് അവൻ ഇരിക്കുക. മട്ട അന്നേലും മര്യാദക്ക് ഇരിക്കുക. അപ്പൊ ഈ തമ്പേറടിയും ബഹളവും ചാട്ടവും എല്ലാം കഴിഞ്ഞപ്പോ ഉപദേശി ആടി എഴുന്നേറ്റ് വന്ന് പറഞ്ഞു, നമുക്കൊരു വാക്യം വായിക്കാം. 182-ാം സങ്കീർത്തനം 2-ാം വാക്യം. കണ്ട തപ്പുന്നു. 182-ന്റെ
ഉടനെ ഈ വട്ടൻ പുറകിൽ എഴുന്നേറ്റ് പറഞ്ഞു, പാസ്റ്ററെ 150 സങ്കീർത്തനമല്ലേ ഉള്ളു, എവിടാ 152? 150 അല്ലേ? അപ്പം വട്ടന് പോലും അറിയാം എത്ര സങ്കീർത്തനമുണ്ട്. 150 ഉള്ളു. പുള്ളിക്ക് പോലും അത്ര തിട്ടമില്ല. ബഹുനിശ്ചയമുണ്ടായിരിക്കണം, വേണ്ടേ? അപ്പൊ ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും ഇങ്ങനെ ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ ദൈവമക്കൾ ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിനെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അതാ ഇവരുടെ ഒരു മാതൃക. സ്തോത്രം, നല്ല മാതൃകയാ. സന്തോഷത്തോടെ തിരുവചനം കൈക്കൊള്ളണം. രണ്ടാമത്തെ ഒരു മാതൃക, ഇവരുടെ വേല വിശ്വാസത്തിന്റെ വേലയാ. വിശ്വാസ വേലയാ. അങ്ങനല്ലേ 1-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്ന വിശ്വാസത്തിന്റെ വേല. 1-ാം അധ്യായത്തിന്റെ 3-4 വായിച്ചേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള രണ്ടാം വാക്യം വായിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും വേല. അപ്പൊ രണ്ടാമത്തെ മാതൃക, ഇവരുടെ വേല വിശ്വാസ വേലയാ. വേല ഇറക്കുകയല്ല, വിശ്വാസത്തിന്റെ വേല. ഈ വേല വിശ്വാസത്തിന്റെ വേലയാ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വേല വിശ്വാസ വേലയാ. സ്തോത്രം. അതില് നമ്മൾ താമസിക്കുന്നതിന് ഫെയ്ത്ത് ഹോം എന്നാ. എന്തുവാ? വിശ്വാസ ഭവനം. ആട്ടെ, ഞാനൊന്നും പറയുന്നില്ല, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നത്. വിശ്വാസ ഭവനം എല്ലാം വിശ്വാസത്താൽ. അപ്പൊ ഇവിടുത്തെ വേല വിശ്വാസത്തിന്റെ വേലയാ. ഈ പെന്തക്കോസ്തിന്റെ ആരംഭമെല്ലാം വിശ്വാസ വേലയാ. ഒന്നും കരുതി വെച്ചിട്ടല്ല, ഒന്നും കണ്ടിട്ടല്ല, ഒന്നും സ്വരൂപിച്ച് വെച്ചതല്ല, ആരും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞത് കൊണ്ടുമല്ല, ദൈവത്തിൽ വിശ്വസിച്ച വേല ആരംഭിച്ചു. വിശ്വാസത്തിൽ വേല തുടങ്ങിയെടുത്തെല്ലാം വിജയിച്ചിട്ടുമുണ്ട്. ആരെയും കണ്ട് എന്തേലും കേട്ട് വാഗ്ദാനം കേട്ട് തുടങ്ങിയെടുത്തെല്ലാം കുഴഞ്ഞിട്ടുമുണ്ട്. വിശ്വാസത്താൽ വേല തുടങ്ങിയതെല്ലാം വിജയിച്ചിട്ടുമുണ്ട്. സ്തോത്രം. അതാ നല്ല മാതൃക, വിശ്വാസ വേല. സ്തോത്രം. ഇപ്പൊ പിന്നെ വേലയാ, അതിലെ ചില പറഞ്ഞ ഇപ്പൊ എവിടാ, ഞാനൊരു പുതിയ വേലയാ. കാരണം പഴയ വേലയൊന്നും ഇപ്പം കേൾക്കുന്നില്ല. അതാ പുതിയ വേല. പഴയ വേലയൊന്നും ഇനിയിപ്പം. നാളെ ഒരാൾ പറഞ്ഞിപ്പം സായിപ്പന്മാരും ഇതെല്ലാം പഠിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ അവരെ ഇങ്ങോട്ട് വിടുന്നുമില്ല, അങ്ങോട്ട് പോകാനും വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെക്കാളും ഇപ്പൊ അവരൊക്കെ അല്ല. ഇപ്പോൾ ഓർക്കുന്നു, എറണാകുളത്ത് നിൽക്കുമ്പോഴാ ഒരാൾ ഓട്ടോയിൽ വന്ന് ഇറങ്ങി. അപ്പം ഓട്ടോക്കാരൻ പറഞ്ഞു 50 രൂപ. നമ്മുടെ മലയാളിയാ, 50 കൊടുത്തു. ഓട്ടോക്കാരൻ പോയി. വേറൊരുത്തനും വന്ന് അവനോട് 50 ചോദിച്ചു. അവനും 50 കൊടുത്തു. അത് കഴിഞ്ഞപ്പോ ഒരു സായിപ്പാ ഓട്ടോയിൽ വന്നത്. എത്രയാന്ന് ചോദിച്ചപ്പം 50. സായിപ്പ് ജമ്മം ചെയ്ത് 50 കൊടുക്കുകയല്ല. സായിപ്പ് തർക്കിച്ചു. സായിപ്പ് പറഞ്ഞു, എൻ്റെ കൂടെ നിന്ന പുള്ളി ആയതല്ല എനിക്ക് പറഞ്ഞു തരുന്നത്, ഇന്നതായ നടക്കുന്ന സംഭവം. എനിക്ക് ആംഗലേയ ഭാഷ വലിയ ഭാഷമില്ലല്ലോ. സായിപ്പ് പറഞ്ഞു 35 രൂപയേ ഉള്ളൂ. നമ്മുടെ ആൾക്കാർ 50 കൊടുത്തേച്ച് പോയി. സായിപ്പ് പറഞ്ഞു 35 ഉള്ളൂ, അല്ലാതെ തരികയല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം ഇപ്പം ബോധ്യപ്പെട്ട് കാണും. പഴയ വേലയൊന്നും ഇപ്പം. ഇവരുടെ വേല വിശ്വാസത്തിന്റെ വേലയാണ്. അപ്പൊ അതാ ഇവരുടെ മാതൃക. ഒന്ന്, ഇവരുടെ മാതൃക ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ തിരുവചനം കൈക്കൊണ്ടു. രണ്ടാമത്തെ മാതൃക വേല വിശ്വാസത്തിന്റെ വേല. മൂന്നാമത്തെ മാതൃക വേർപാട് പാലിച്ചു. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട്
അതാ അങ്ങനല്ലേ എഴുതിയേക്കുന്ന 9-ാം വാക്യം വായിച്ചേ. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ ആ. എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്ന് ആ. ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും അടുത്തത് നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു. അപ്പൊ ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ മൂന്നാമത്തെ ഇവരുടെ മാതൃക, ഇവര് വേർപാട് പാലിച്ചവരാണ് എന്ന് പറഞ്ഞാൽ നേരത്തെ ആചരിച്ച് അനുഷ്ഠിച്ച് പിന്തുടർന്ന അതിനെയെല്ലാം വിടാൻ കാരണം യേശു ഇവരുടെ ഉള്ളത്തിൽ വന്നു. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായിട്ട് വീണ്ടും ജനനം പ്രാപിച്ച് ദൈവവൈതലായി തീർന്നപ്പോൾ നേരത്തെ ആചരിച്ചതും അനുഷ്ഠിച്ചതും പിന്തുടർന്നതിനെയെല്ലാം വിട്ടു. അതാ വേർപാട്. ദൈവമക്കൾ കർക്കശമായി വേർപാട് പാലിക്കണം. സ്തോത്രം. വിടേണ്ടതിനെയെല്ലാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയും, ആരംഭകാലത്ത് പിതാക്കന്മാര് വിട്ടതെല്ലാം 2-3 തലമുറയായപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പം തിരിച്ചെടുക്കുക. അവര് ഇച്ചീച്ചിയാണെന്ന് പറഞ്ഞ് വിട്ടതല്ല, 3-4 തലമുറയായപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് സൈമൺ സാറ് ആ പാട്ടിന്റെ വരികള് നിങ്ങൾക്ക് ചിലർക്ക് അറിയായിരിക്കും, ചിലർ കേട്ടിട്ടുണ്ടായിരിക്കും. മാളിക വീടുകൾ ഗോപുരങ്ങൾ മേളമേഴുന്ന ദേവാലയങ്ങൾ, മാളിക വീടുകൾ ഗോപുരങ്ങൾ മേളമേഴുന്ന ദേവാലയങ്ങൾ, കാളേജുകളോടു യൂണിവേഴ്സിറ്റിയും നോക്കാതെ നോക്കാതെ വരികന്റെ പ്രിയേ ചെല്ലും സ്വർലോക സുന്ദരിയേ. അപ്പൊ സാറ് കൊടുത്തിരിക്കുന്ന പ്രയോഗം മാളിക വീടുകൾ ഗോപുരങ്ങൾ മേളമേടുന്ന ദേവാലയങ്ങൾ, കോളേജ്, പഴയ ഭാഷയാ, കോളേജുകളോട് യൂണിവേഴ്സിറ്റിയും ഏതുമേ നോക്കാതെ നീ പോരാൻ. നീ പിന്നെ ഇപ്പോൾ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുക. ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജ് ഉണ്ട്, ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഉണ്ട്, അവിടെ കിടക്കുക നീ. ഞങ്ങൾക്ക് സ്ഥാപന ജംഗമ വസ്തുക്കൾ ഉണ്ട്, അമ്പരചുംബികളായ ദൈവാലയങ്ങളുണ്ട്, ഞങ്ങളുടെ പള്ളിയുടെ മണ്ടേ കയറുന്ന കടല് വരെ ചുമ്മാ ഇരുന്ന് കീർവാണം അടിക്കുക. അപ്പൊ കീർവാണക്കാരോടാ ആര് പറഞ്ഞേക്കുന്നത്? മാളിക വീടുകൾ ഗോപുരങ്ങൾ മേളമേഴുന്ന ദേവാലയങ്ങൾ അതെല്ലാം വിട്ടേച്ചിഞ്ഞ് വരാൻ, വേർപാട് പാലിക്കാൻ. സ്തോത്രം. അടുത്ത ലൈനുണ്ട്, ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കള്ളിച്ചോടതികൾ. ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികൾ, തീങ്ക് ചെയ്യും കള്ളിച്ചോടതികൾ. ജിംനേഷ്യമോടാത നാടകശാലകൾ, ജിംനേഷ്യമോടാത നാടകശാലകൾ എന്നിവയോർത്തു നീ താമസിച്ചിടല്ലേ, എന്നിവ ഓർത്തു നീ താമസിച്ചിടല്ലേ. അപ്പൊ ശ്രദ്ധിച്ചേ, ബാങ്കുകൾ, ചിട്ടികൾ, കമ്പനികള്, തീങ്ക് ചെയ്യും കളിച്ചോടതികള്. ബാങ്ക്, ചിട്ടി, കമ്പനി, ഇതൊന്നും ഓർത്ത് നീ അവിടെ നിൽക്കരുത്, നീ വിട്ടേച്ച് വരാൻ. തീങ്ക് ചെയ്യും കളിച്ചോടതി. ഷോടതി എന്ന് പറഞ്ഞാൽ ഭാഗ്യക്കുറി, ലോട്ടറി, അതാണ് ഷോടതി. തീങ്ക് ചെയ്യുക, നിന്നെ നശിപ്പിച്ച് കളയും. ലോട്ടറി എടുത്ത് പരുവക്കേടായ പല കക്ഷികളും ഉണ്ട്, ഇവിടെയും കാണുമായിരിക്കാം. പണി കഴിഞ്ഞ് വന്നപ്പോൾ മറ്റവൻ അത് ലോട്ടറി ആയിട്ട് നിരത്തി വെച്ചേക്കുന്നപ്പോൾ എടുത്ത്
ഇന്നാളെങ്ങാണ്ട് എടുത്തപ്പോൾ 50 രൂപ അടിച്ചു. അവൻ ഇനി 500 അടിക്കുമെന്നും പറഞ്ഞേ എടുക്കുന്നത്. പത്രത്തിൽ നോക്കിയപ്പോൾ ഒറ്റ അക്കത്തിനാ എട്ടായിരുന്നു വേണ്ടത്, പക്ഷെ എനിക്ക് 7. അത് ഒന്നുകൂടെ ഇങ്ങനെ ഒന്ന് വെച്ചിരുന്നെങ്കിൽ അടുത്ത പ്രാവശ്യം പോയി ഇഷ്ടം പോലെ എടുത്തു. അതാണ് നീ നശിക്കും. വിശ്വാസികളാന്ന് എടുത്ത് ബൈബിളിനിടെ വെച്ച അടിക്കണേ 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 മേളിൽ നടി വരാതിരിക്കാൻ നോക്കുവാണ്. ഇന്നത്തൊക്കെ കാണുമെന്ന ആൾക്കാർ പിന്നെ ആ പമ്മിയുള്ള ഇരിപ്പ് കാണുമ്പോൾ അറിയാം. ലോട്ടറി എടുത്തേച്ച് ബൈബിളിനിടെ വെച്ച 91 സങ്കീർത്തനത്തിന് അവിടെ തന്നെ വെച്ചു. കാരണം വിടുതല നടക്കട്ടെ. വട്ട നീ നശിച്ചു പോകും. സാധാരണ പറഞ്ഞേ, നിങ്ങൾ ലോട്ടറി എടുത്തെന്നാന്നോ എടുക്കുകയല്ലെന്നാന്നോ? മോനെടുത്തോ? എടുത്തല്ലേ? ഇപ്പം അതടിക്കുകയല്ല, ഇതങ്ങ് അടിച്ചാൽ മതി. ഒന്നടിച്ച് ബാങ്കുകൾ ചിട്ടികൾ കമ്പ് അതടിക്കുകയല്ല, ഇതെടുക്ക്. ബാങ്കുകൾ ചിട്ടികൾ കമ്പനികൾ തിങ്കു ചെയ്യും കാലി ചോടതികൾ. ബാങ്കുകൾ ചിട്ടികൾ കമ്പനികൾ തിങ്കു ചെയ്യും കാലി ചോടതികൾ. കർക്കശമായ വേർപാട് പാലിക്കണം. ഓടിച്ചു മുമ്പോട്ട് പോകട്ടെ. അപ്പോൾ തെസ്സലോനിക്ക വിശ്വാസികളുടെ ക്വാളിറ്റി ഒന്ന്, ഇവർ മാതൃകാ വിശ്വാസികളാണ്. എന്താ ഇവരുടെ മാതൃക? ബഹുകത്വം. രണ്ടാമത്തെ മാതൃക ഇവരുടെ വേല, വിശ്വാസത്തിന്റെ വേല. മൂന്നാമത്തെ മാതൃക അവൻ വേർപാട് പാലിച്ചു. ഓടിച്ചവസാനിപ്പിക്കുക. ഇങ്ങനെയുള്ള വിശ്വാസകയ ഈ വചനങ്ങളെ കൊണ്ട് അന്വേഷിക്കേണ്ടത്. വായിച്ചതാണല്ലോ എന്തൊക്കെ കാര്യങ്ങൾ. ഒന്നാമത്തെ വാക്യം പിടിക്കും. ഞാൻ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പ്രത്യാശയോടെ വേണം ദുഃഖിക്കാൻ. ദുഃഖിക്കുമ്പോൾ നമുക്കൊരു പ്രത്യാശ ഉണ്ടായിരിക്കണം. നമ്മെ സ്നേഹിച്ചവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, മാതാവോ പിതാവോ ഭാര്യയോ ഭർത്താവോ മക്കളോ, ദൈവദാസന്മാരോ ദൈവമക്കളോ, നമുക്ക് വേണ്ടപ്പെട്ടവർ പെട്ടെന്ന് പൊടുന്നനെ നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ദുഃഖമുണ്ടാകും, മനപ്രയാസമുണ്ടാകും. പക്ഷെ ആ ദുഃഖത്തിന് വ്യവസ്ഥയുണ്ട്. പ്രത്യാശ ഇല്ലാത്തവരെ പോലെ ദുഃഖിക്കരുത്. അങ്ങനെ പ്രത്യാശ ഇല്ലാത്തവരെ പോലെ നമുക്ക് ദുഃഖമുണ്ട്, പക്ഷെ നമ്മുടെ ദുഃഖം പ്രത്യാശയുള്ള ദുഃഖമാണ്. പ്രത്യാശയില്ലാത്തവരുടെ ദുഃഖവും പ്രത്യാശയുള്ളവരുടെ ദുഃഖവും അത് തരംതിരിച്ച് പഠിക്കേണ്ടതാ. പ്രത്യാശയുള്ളവരുടെ ദുഃഖവും പ്രത്യാശ ഇല്ലാത്തവരുടെ ദുഃഖവും. പ്രത്യാശയുള്ളവരുടെ ഒരു ദുഃഖം, യേശു വന്നെന്നറിഞ്ഞപ്പോൾ മാർത്ത ഓടിച്ചെന്നു. പ്രത്യാശ ഇല്ലാത്തവരുടെ ദുഃഖമാകുമ്പോൾ ആ കിടപ്പ് അവിടെ കിടക്കും. യേശു പിന്നെ അങ്ങോട്ട് ചെന്ന് മാർത്തയെന്ന് പറഞ്ഞ് ഉരുട്ടിയാ പോലും. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. പ്രത്യാശ ഉള്ളവരുടെ ദുഃഖവും പ്രത്യാശയില്ലാത്തവരുടെ ദുഃഖവും. പണ്ടൊക്കെ ഞങ്ങളുടെ നാട്ടിലെ ഈ മരണമൊക്കെ നടന്ന ചില ഇടങ്ങളില്, എല്ലായിടത്തും അല്ല, ചിലര് മരിച്ച വീട്ടുകാര് ചിലര് പല്ലും തേക്കുകയില്ല, കുളിക്കുകയില്ല, മുടി വെട്ടുകയല്ലേ ആയിരിക്കും. പല്ലും തേക്കുകയില്ല, കുളിക്കുകയില്ല,
അത് അങ്ങ് ദുഃഖമാണ്. ഒന്നും കഴിക്കത്തുമില്ല, വെള്ളം പോലും. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട എൻ്റെ അപ്പൻ്റെ ഒരു പെങ്ങളാ. ആ പെങ്ങളെ കെട്ടിച്ചൊരു സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, പടിഞ്ഞാറാ. അപ്പോൾ അവിടെ മരണമുണ്ടായി. ഞങ്ങളും ചെന്നു. രാത്രിയിലാണ് ചെന്നത്, പിറ്റേന്ന് അടക്കം. ഉച്ചയ്ക്കാണ് മരിച്ചത്. അറ്റാക്കാ. ആശുപത്രി കൊണ്ടുപോയി ഡെഡ് ബോഡി മോർച്ചറിൽ അങ്ങ് വെച്ചു. പിറ്റേന്ന് അടക്കം. ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ഞങ്ങളും ചെന്നു. ഒരു തുള്ളി വെള്ളമില്ല കുടിക്കാൻ. ഞാൻ ഞങ്ങളുടെ വേറൊരു മാവിയോട് ചോദിച്ചു, ഇച്ചിരി വെള്ളം. അയ്യോ, ഇവിടെ മരണം നടന്ന ആ വീട്ടിൽ വെള്ളം പോലും. ഞാൻ ചോദിച്ചു, നിങ്ങൾ വെള്ളം ഞങ്ങൾ ആരും കുടിച്ചില്ല. ഞാൻ പറഞ്ഞു, വരികയാണ് വെള്ളം മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനത്തെ ഓരോ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളും ഉണ്ട്. എന്നാൽ നമുക്ക് വേർപാട് ദുഃഖം ഉളവാക്കുന്നതാണ്. ഞാൻ മിക്കയിടത്തും പ്രസംഗിക്കുമ്പോൾ പറയും, ഒരാൾ കടന്നു പോകുമ്പോൾ ഭാര്യയോ ഭർത്താവോ മക്കളോ മാതാപിതാക്കളോ കടന്നു പോകുമ്പോൾ കരയണം. ചില പറയാറുണ്ട്, കരയരുത്. പിന്നെ നീ അങ്ങ് ചിരിക്കണോ? കരയണം. മാതൃക, യേശു കരഞ്ഞില്ലേ? യേശുവിനും വലിയ പുള്ളിയൊന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ. എടാ, തനിക്ക് പ്രിയമായവൻ കടന്നു പോയപ്പോൾ യേശു കരഞ്ഞു. കരയണം. പക്ഷെ കരച്ചിലിന് വ്യവസ്ഥയുണ്ട്. പ്രത്യാശയില്ലാത്തവരെ പോലെ കരയരുത്. ഒരു ഭർത്താവ് പൊടുന്നനെ മരിച്ചപ്പോൾ ഞാനും ഉണ്ട്. ഭാര്യ വിധവയായി, കൗനക്കാരാ. അപ്പൊ പ്രസംഗിച്ച് ഉപദേശി അത് ഞാൻ പറഞ്ഞു, മോളി നീ കരയരുതെന്ന്. ഞാൻ പറഞ്ഞു, പിന്നെ നിങ്ങൾ കരയുമോ? ഇവിടെ അവരുടെ ഭർത്താവും പെട്ടെന്ന് കടന്നു പോകുമ്പോൾ അവർ കരയല്ലേ? ഓർക്കാപ്പുറത്താ പോയത്, അറ്റാക്കാ. കിടപ്പിലായാ നമുക്ക് പിന്നെ എന്നാലും കരയും. എത്ര ദിവസം കിടന്നാലും, എത്ര പ്രായമുള്ളവർ കടന്നു പോയാലും ഹൃദയമുള്ളവൻ കരയും. പിന്നെ പെന്തിക്കോസുകാർ മിക്കവർക്കും ഹൃദയമില്ല. കാരണം ഹൃദയം കർത്താവിന് കൊടുത്തേച്ചിരിക്കുക. ഒരുമാതിരിപ്പെട്ടൊന്നും ഹൃദയമില്ല, അതൊക്കെ നീ കൊടുത്തു. ഹൃദയമുള്ളവൻ കരയും. യേശു കരഞ്ഞു. പക്ഷെ നമ്മുടെ കരച്ചിലിന് വ്യവസ്ഥയുണ്ട്. പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. നമുക്ക് ദുഃഖമുണ്ട്, നമുക്കൊരു പ്രത്യാശ. എന്താ പ്രത്യാശ? അടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുക. ആ പ്രത്യാശ കാഹളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ അവൻ നമ്മെ വിട്ട് ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തു വരും. അതാണ് നമ്മുടെ പ്രത്യാശ. ആ ഉയർത്തു വരുന്നവർക്ക് മുമ്പേ ജീവനോടിരിക്കുന്നവരാകത്തില്ല. അവർക്കാണ് മുൻഗണന. അതുകൊണ്ട് ആ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചോണം. നമ്മെ വിട്ട് കടന്നുപോയ ക്രിസ്തുഭക്തന്മാർ, നമ്മുടെ വേണ്ടപ്പെട്ടവർ, മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, ചാർച്ചക്കാരാകട്ടെ, പിതാവോ മാതാവോ ഭാര്യയോ ഭർത്താവോ ആകട്ടെ, അവർ കർത്താവിൽ നിദ്ര പ്രാപിച്ചെങ്കിൽ നമുക്ക് ദുഃഖമുണ്ട്. പക്ഷെ ആ ദുഃഖത്തോടു കൂടെ വലിയ പ്രത്യാശ. എന്താ നമ്മുടെ പ്രത്യാശ? അതിന് അധികം താമസിക്കാതെ കാഹളം അങ്ങോട്ട് ധ്വനിക്കുമ്പോൾ അവൻ നമ്മെ വിട്ട് കടന്നുപോയ കോടി വിശുദ്ധന്മാർ അവൻ തേജസ്സിന്റെ പുത്തൻ ശരീരം പ്രാപിച്ച് ഉയർത്തു വരും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യമായി ശ്രദ്ധിച്ചോണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിടും സംഘത്തിൽ. ഉയർപ്പിൻ സുപ്രഭാതത്തിൽ ദൂതർ വീണമിടും സംഘത്തിൽ. ആ പൊൻ കിരീടക്കൂട്ടത്തിൽ എന്റെ പേർ വിളിക്കും. കണ്ടിടും നീയനെ ഞാൻ കണ്ടിടും. അന്യമല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടും. ഓ കണ്ടിടും നീയനെ ഞാൻ കണ്ടിടും. ഓ അന്യമല്ല സ്വന്തം കണ്ട തന്റെ മുഖം കണ്ടിടും. യേശുവേ മണാളനെ
കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. അപ്പോൾ ഒന്ന്, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യമായി ആശ്വസിപ്പിച്ചു കൊള്ളണം. എന്ത്? ഒന്ന്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്. നമുക്ക് ദുഃഖമുണ്ട്, പക്ഷെ നമ്മുടെ ദുഃഖത്തിന്റെ വിശേഷത പ്രത്യാശയുള്ള ദുഃഖമാണ്. എന്താണ് നമ്മുടെ പ്രത്യാശ? അയ്യോ, നമ്മുടെ പ്രത്യാശയെ പറ്റി പുസ്തകം പഠിപ്പിക്കുന്നത് ജീവനുള്ള പ്രത്യാശ. പത്രോസ് അങ്ങനെ പറഞ്ഞ ജീവനുള്ള പ്രത്യാശ. പൗലോസ് പറഞ്ഞിരിക്കുന്ന പ്രയോഗം ഭാഗ്യകരമായ പ്രത്യാശ. അതാണ് നമ്മുടെ പ്രത്യാശ. ഈ പ്രത്യാശ ഇതര വ്യക്തികൾക്കും സമൂഹത്തിനും ഇല്ല. ഇത് വേർപെട്ട ദൈവമക്കൾക്കാണ്. ക്രിസ്ത്യാനിക്കല്ല ഈ പ്രത്യാശ ഒന്നുമില്ല. നാമധേയ ക്രിസ്ത്യാനിക്കൊന്നും പ്രത്യാശയില്ല. യേശു വരുമെന്ന് പോലും ചില ഊളന്മാര് വിശ്വസിക്കുന്നില്ല. യേശു വരുമെന്ന് ചുമ്മാ വിട്ടിത്ത ലേവല് ക്രിസ്ത്യാനി എന്നാണ് വിശ്വസിക്കുന്നില്ല. അയ്യോ, എത്ര അച്ഛന്മാർ ഉപദേശമാർക്ക് പോലും ചിലർക്ക് വിശ്വാസം. പിന്നെ ഹൈസ്കൂളിൽ പഠിച്ചത് 7 പോയിന്റുമായിട്ട് ഇങ്ങനെ നടക്കുക. അവിടെ വെച്ച് കിട്ടിയതാ 7 പോയിന്റ്. 3-ാമത്തെ പോയിന്റ് മൈക്കുകാരനോട് പറയും ഓളിയം കൂട്ടിക്കോളാൻ. അവനൊന്ന് ഓളിയം കൂട്ടും. അപ്പൊ പിന്നെ ഓർഗൻകാരനോട് പറയും നീ ഇങ്ങനെ നിന്നോളാൻ. ഇവന് യാതൊരു പ്രത്യാശയും. ഞാൻ അവരുടെ കാര്യമല്ല പറഞ്ഞത്, നമുക്കൊരു പ്രത്യാശയുണ്ട്. സ്തോത്രം. ആ പ്രത്യാശ ധാരാളം കാര്യമുണ്ട്. നമ്മുടെ ഒരു പ്രത്യാശ എന്നാണെന്നറിയോ? യേശു വീണ്ടും വരും. 2, നമ്മുടെ കണ്ണീന്ന് കണ്ണുനീരെല്ലാം തുടയ്ക്കും. 3, അവനെ താൻ ഇരിക്കുമ്പോൾ നമ്മൾ കാണും. സ്തോത്രം. 4, അവനോട് സാദൃശ്യന്മാരാകും. 5, ഈ ദ്രവത്വമുള്ളത് അങ്ങ് മാറും. 6, ഈ മൺമയമായത് മാറി വിൺമയമായത് കിട്ടും. ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യാശ. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയാ ഇത് വേഗം തീരും. ഏത് കഷ്ടതയും തീരും, ഇത് വേഗം തീരും. നമ്മുടെ പ്രത്യാശയാ ഇത് വേഗം തീരും. എന്നിട്ടോ നമ്മൾ പറന്നും പോകും. ഇതൊക്കെയാണ് നമ്മുടെ പ്രത്യാശ. ആരോട് പറയാനാ? ചുമ്മാ നിങ്ങൾ ചിന്തിക്കുക, വല്ലച്ചാതി നിർത്ത്, ആഹാരം കഴിച്ചു വീട്ടിൽ പോകണം. അന്നേരാ എന്നാ നിർത്തിയാക്ക. ഇനിയിപ്പോ ഞാനായിട്ട് സ്തോത്രം. നമ്മുടെ പ്രത്യാശ ഇതാ. വരുമേ തിരുവായ് മൊഴിഞ്ഞവനരുളിയ പോൽ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. വരുമേ തിരുവായ് മൊഴിഞ്ഞവനരുളിയ പോൽ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. സ്വർഗീയ നാടെന്നു കാണാം എന്റെ വീട്ടിലെന്നെത്താ. സ്വർഗീയ നാടെന്നു കാണാം എന്റെ വീട്ടിലെന്നെത്താ. നവജെറുസലേം മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോ. ഓ 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 നവജെറുസലേം മഹിമ നിറഞ്ഞു ഇറങ്ങി വരുന്ന സമയമോർക്കുമ്പോൾ സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശയേറി വരും. സ്നേഹം വർദ്ധിച്ചിടുന്നേ, പ്രത്യാശ വരുന്നേ. വരുമേ തിരുവായ് മൊഴിഞ്ഞവൻ അരുളിയ പോൽ വചനം നിറവേറ്റാൻ വന്നു സഭയെ ചേർക്കുവാൻ വേഗം മഹിമയിലെടുപ്പാൻ കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവരുന്നു ശാലയിൽ പോയി ചേർത്ത് പന്തിയിലിരുത്താൻ. കൊണ്ടുവരുന്നു ശാലയിൽ പോയി
അവൻ യേശു വീണ്ടും വരും. അപ്പൊ അതുകൊണ്ട് പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. ഈ വചനങ്ങളെ കൊണ്ട് ആശ്വസിച്ചോണം. 2, യേശു മരിച്ചു, യേശു ഉയർത്തു. ഈ വചനങ്ങളെ കൊണ്ട് വിശ്വസിച്ചോണം. ആ മരിച്ചെന്നുള്ളിടത്ത് തന്നെ യേശു ജീവിച്ചെന്ന ഉയർത്തെന്ന അതിന്റെ അർത്ഥം. വായിച്ചേ, യേശു മരിക്കുകയും യേശു മരിച്ചു, അനേകര് മരിച്ചു. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള അവരും മരിച്ചു. യേശു മരിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട മൺമറഞ്ഞ നെഹ്റു മരിച്ചു. സരോജിനി നായിഡു മരിച്ചു. ഇന്ദിരാഗാന്ധി മരിച്ചു. രാജീവ് ഗാന്ധി മരിച്ചു. മത നേതാക്കന്മാര് പലരും മരിച്ചു. കേരളത്തിലാണ് ഞാൻ പറയാം, മന്നത്ത് പത്മനാഭൻ മരിച്ചു. അയ്യങ്കാളി മരിച്ചു. പൊയ്യാലെ അപ്പച്ചനും മരിച്ചു. സ്തോത്രം. എല്ലാരും മരിച്ചു. ബിഷപ്പുമാരെല്ലാരും മരിച്ചു. ഇപ്പൊ നിലവിലുള്ളവരല്ല, മുൻപ്. നിങ്ങളോട് ദൈവമേ, ബിഷപ്പുമാരെല്ലാം മരിച്ചോ? യോഗം നടന്നുകൊണ്ടിനാടെ. മെത്രാന്മാരും മരിച്ചു. മേലധ്യക്ഷന്മാരും അനേകര് മരിച്ചു. ധാരാളം പോപ്പ് മരിച്ചു. നിലവിലുള്ള പോപ്പല്ല, അന്ത്യോക്യയുടെ അധിപതി പുള്ളിയും ചത്തു. അയ്യോ, ചത്തെന്നൊന്നും പറയരുത്. കാലം ചെയ്തതാ ഇതെല്ലാം. ഒരാൾ പറഞ്ഞതെല്ലാം കാലം ചെയ്തതാണ്. അലക്സാണ്ടർ മരിച്ചു. ആരാ മരിക്കാത്ത? യേശുവും മരിച്ചു. മറ്റവരെല്ലാം മരിച്ചു. ആ മാർബിൾ കല്ലിൽ എഴുതി വെച്ചു ജനനം മരണം. എന്നാൽ യേശുവിന്റെ മരണം കഴിഞ്ഞിട്ട് അടുത്ത പദമുണ്ട്, യേശു മരിക്കുകയും ജീവിക്കുകയും ചെയ്തു. മറ്റവരെല്ലാം മരിച്ചു മണ്ണോട് ചേർന്നപ്പോൾ മരണത്തെ ജയിച്ച ഒരുവനേ ഉള്ളൂ. അത് നസറയനാകുന്ന യേശു. ഇന്നും അവിടുന്ന് ജീവിക്കുന്നു. മരണത്തെ ജയിച്ചവൻ യേശു ക്രിസ്തു മാത്രമല്ലേ? മരണമേ വിജമെങ്ങും നിന്റെ വിജയമും എവിടെ? എന്നേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി ഹല്ലേലൂയ. എന്നേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി ഹല്ലേലൂയ. മരണമേ വിജമെങ്ങും നിന്റെ വിജയവും എവിടെ? എന്നേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി ഹല്ലേലൂയ. യേശു മരണത്തെ ജയിച്ചു, തനിക്കു സ്തുതി ഹല്ലേലൂയ. കരമുയർത്തി ഹല്ലേലൂയ പാട്. ഒന്ന്, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത്. ഈ വചനത്തെ കൊണ്ട് ആശ്വസിച്ചോണം. 2, യേശു മരിച്ചു, 3-ാം ദിവസം ഉയർത്തു. ഈ വചനത്തെ കൊണ്ട് ആശ്വസിച്ചോണം. മറ്റവരെല്ലാം മരിച്ചെന്ന് പറഞ്ഞ് എഴുതി നിർത്തി. പക്ഷെ യേശു മരിച്ചെന്ന് പറഞ്ഞിട്ട് എഴുതി നിർത്തുകയല്ല, മരിച്ച് ഉയർത്തിന്നും ജീവിക്കുന്ന ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവീൻ. ഞാൻ അങ്ങ് നിർത്തുക. എനിക്ക് ഇന്ന് വെളുക്കുവോളം പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഇവരൂടെ ഉള്ളത് കൊണ്ട് വളരെ സന്തോഷമുണ്ട്. പക്ഷേ
ഞാൻ അങ്ങനെ പ്രസംഗിച്ചാല് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇരുന്നെന്ന് വരാം. പക്ഷെ ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇന്നലെ 2 ദിവസം വലിയ കുഴപ്പമില്ലായിരുന്നു, 3-ാമത്തെ ദിവസം അയാളുടെ ബോധമെല്ലാം പോയി. അപ്പൊ ആരെങ്കിലും പറയും അയാൾക്ക് അല്ലേലും ബോധമുള്ളവനല്ല. അപ്പൊ അത് വേണ്ട. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവീൻ. 3, യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. ഈ വചനത്തെ കൊണ്ട് ആശ്വസിച്ചു. 4, കാഹളം ധ്വനിക്കാൻ സമയമായി. സ്തോത്രം. മുൻപേ കടന്നുപോയ വിശുദ്ധന്മാർ ഉയർത്തു വരാൻ സമയമായി. ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം നടക്കുവാൻ സമയമായി. പ്രൈസ് ദി ലോർഡ്. ഈ താഴ്ചകളുള്ള ശരീരം മഹത്വമുള്ള ശരീരം പ്രാപിക്കാറായി. ഈ ദ്രവത്വമുള്ള ശരീരം ദ്രവത്വമില്ലാത്തൊരു ശരീരം പ്രാപിക്കാൻ സമയമായി. ഈ മൺമയമായ ശരീരം വിൺമയമായ ശരീരം പ്രാപിക്കുവാൻ സമയമായി. ഇന്ന് രാത്രി ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കുക. നിന്റെ കെടുതികളും ക്ലേശങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും സകല കെടുമതികളും മാറാൻ സമയമായി. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുവിൻ. ഇന്ന് രാത്രി കടന്നു പോകുമ്പോ തമ്മി പറ, യേശു വരാറായി. കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. യേശു വരാറായി, യേശു വരാറായി. തിരുസഭയെ ചേർക്കാറായി, കാഹളം ധ്വനിക്കാറായി, വിശുദ്ധന്മാർ ഉയർക്കാറായി. ഇന്ന് രാത്രി പ്രത്യാശയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പസമയങ്ങൾ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാട്ടെ. അതാതിരങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാൻ 2 ശീല പാട്ട് കൈകളടിച്ച് പാടി ഇന്ന് രാത്രി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്ഷീണമുള്ളവരെ ബഹുമാനപ്പെട്ട പാസ്റ്റർ എഴുന്നേക്കേണ്ടത്. മറ്റ് ശാരീരിക ക്ഷീണമുള്ളവർ അവിടെ തന്നെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുക. ആക്കമുള്ളവരും ആരോഗ്യമുള്ളവരും എഴുന്നേറ്റ് കൈകളടിച്ച് ചേർന്ന് പാടി ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താം. എല്ലാവരും അല്പസമയങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതർശബ്ദത്തോടും, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ദൂതർശബ്ദം കൈയടിച്ച് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ, സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിൽ ഉറങ്ങിയിടുന്ന ശുദ്ധിമാന്മാരെ കേൾക്കുന്ന മാസയിൽ, മണ്ണിൽ ഉറങ്ങിയിടുന്ന ചേർന്ന് പാടാം കൈയടിച്ച്.
ഭൂതലത്തിൽ ആയിരമാണ്ട് വളർന്നിടുമ്പോ ഭൂതലത്തിൽ ആയിരമാണ്ട് വളർന്നിടുമ്പോ ശത്രു വംശത്താലെ ശത്രു വംശത്താലെ വാണിയിടും ഭൂമിയിൽ വാണിയിടും ഭൂമിയിൽ വാണിയിടും രാജാതി രാജൻ വാണിയിടും ഭൂമിയിൽ വാണിയിടും രാജാതി രാജൻ വാണിയിടും ഭൂമിയിൽ വാണിയിടും ഭൂമിയിൽ വാണിയിടും രാജാതി കർത്താവ് തന്റെ പ്രിയനാഥത്തോടു പ്രധാന ദൈവദൂത ശബ്ദത്തോടു കർത്താവ് തന്റെ പ്രിയനാഥത്തോടു ഓ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നിടുമ്പോ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ മധ്യാകാശത്തിൽ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ ഓ എത്രയോ സന്തോഷം എത്രയോ സന്തോഷം എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ കർത്താവ് മരിച്ചവർ അക്ഷയരായി ഉയർത്തും ജീവനോട് നിൽക്കുന്നവർ രൂപാന്തരപ്പെടും കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ നാദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ ജീവനോട് നിൽക്കുന്നവർ എതിരേൽപ്പാൻ എപ്പോഴും കർത്താവിനോട് കൂടെയായിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യമായിക്കൊള്ളുവീൻ കരമുയർത്തി ഹല്ലേലൂയ പാടാം ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം ജനമേ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പാടാം ഹല്ലേലൂയ എല്ലാവർക്കും ആരാധന ഈ 3 ദിവസവും ഇവിടെ വന്ന് യാത്ര ചെയ്ത് സൗഖ്യത്തോടെത്തി കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ക്ഷണിച്ച കർത്തദാസന് സഭയ്ക്കും ബഹുമാനപ്പെട്ട തങ്കരാജ് പാസ്റ്റർക്കും കൂട്ടുവേലക്കാർക്കും ഈ ദിവസങ്ങളിൽ വന്ന് ശുശ്രൂഷയിൽ സഹകരിച്ച ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ദേശനിവാസികൾക്കും എല്ലാവരെയും കൂട്ടുവേലക്കാരെയും ശുശ്രൂഷകളെയും തിരുവല്ലയിൽ ഒരു കൂട്ടായ്മയുണ്ട്, തിരുവല്ല ഹെബ്രോൻ ചർച്ച്. ആ സഭയെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ വലിയ കൃപ കൊണ്ടും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഇന്നു വരെ നിന്നു. ഇനിയും ഒരു ചുവട് വെക്കണമെങ്കിൽ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ആവശ്യമാണ്. ഒരിക്കൽ കൂടെ വീണ്ടും വീണ്ടും അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.